പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ആദ്യം തന്നെ ലിപ് ടു സ്മൈലിലെ ഈ ഒരു മനോഹരമായ സെഷനിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇന്നത്തെ സെഷൻ നമ്മൾ പല നാളുകളായിട്ട് ലിപ് ടു സ്മൈലിന്റെ അനേകം സൺഡേ സ്പെഷ്യലുകളിൽ പങ്കെടുത്തവരാണ് നമ്മളൊക്കെ. അപ്പൊ ഇന്നത്തെ സെഷന് എന്തുകൊണ്ടും വളരെ മനോഹരമായ ഒരു നിമിഷം നമുക്ക് ഇതിൽ ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇതുവരെ നമ്മുടെ തുടർ പഠനം ഇതിൽ സൺഡേ സ്പെഷ്യലിലേക്ക് എത്തിയ ആൾക്കാരൊക്കെ കൂടുതലും അവരുടെ തുടർ പഠനം എങ്ങനെയാണ്, നഷ്ടപ്പെട്ടു പോയ 10ാം ക്ലാസ്, അവരുടെ +2 പഠനം, ഡിഗ്രി പഠനം, PG പഠനം, അങ്ങനെ എവിടെ നിന്നാണ് അത് സ്റ്റോപ്പ് ചെയ്തത്, അവിടെ നിന്ന് നമുക്ക് പൂർത്തീകരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ തീർച്ചയായും എത്തിയിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മുടെ മക്കൾ SSLC കഴിഞ്ഞ റിസൾട്ട് നമുക്ക് വന്നിട്ടുണ്ട്, അതുപോലെ +2 റിസൾട്ട് വന്നിട്ടുണ്ട്. അവരോട് എന്ന് ചോദിക്കും, നമ്മളോട് തന്നെ നമ്മുടെ കുട്ടികൾ ചോദിക്കും എന്താണ് അടുത്തത് എന്ന് പറയുമ്പോൾ ഒരുപാട് ഓപ്ഷനുകൾ മുമ്പിലുണ്ട്. അപ്പൊ അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് എങ്ങനെ അവരെ മെന്റർ ചെയ്യാം, അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, അതിനുള്ള ഒരു പീക്ക് ടൈമാണ് ഇപ്പോ. അപ്പൊ ഇന്നത്തെ സെഷനിൽ എന്തുകൊണ്ടും നമ്മൾ തീർച്ചയായും അതിനെക്കുറിച്ച് കൃത്യമായി നോട്ട് ചെയ്യണം. അതിന്റെ തുടർ കാര്യങ്ങളൊക്കെ നമുക്ക് മനോഹരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പൊ ഉപരിപഠനത്തെ കുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ആശങ്കകൾ നമുക്ക് പരിഹരിച്ചു കൊടുക്കാൻ പറ്റണം. അതിന് പറ്റിയ ഒരു സെഷനാണ് ഇന്നത്തെ നമ്മുടെ സൺഡേ സ്പെഷ്യലിൽ നമ്മോടൊപ്പം വന്നിട്ടുള്ള അതിഥി CKM റഫീഖ് സാറാണ്. വിസ്റ്റം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ കരിയർ കൗൺസിലറാണ്. വ്യത്യസ്ത വേദികളിൽ നിരവധി കൗൺസിലിങ്ങുകളും ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകിയ റഫീഖ് സർ. അതുപോലെ തന്നെ നമ്മുടെ ലിപ് ടു സ്മൈലിൽ തന്നെ നിരവധി കൗൺസിലിങ്ങുകളും അതുപോലെ തന്നെ അക്കാഡമിക്സിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടുണ്ട്. അപ്പൊ ഏതായാലും ഇന്നത്തെ സെഷൻ റഫീഖ് സാർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക. റഫീഖ് സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന എല്ലാ ഡൗട്ട്സും നിങ്ങൾ നോട്ട് ചെയ്ത് അവസാനം നിങ്ങൾ ചോദിക്കുക, അതിനുള്ള അവസരം കൂടി ഉണ്ടാവും. ഏതായാലും ഇപ്പൊ തന്നെ 7:15 ആയിട്ടുണ്ട്. അപ്പോ ഏതായാലും സാറിനെ ഇവിടുത്തെ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്തുകൊണ്ട് റഫീഖ് സാർ, ഓക്കെ നമുക്ക് തുടങ്ങാലോ അല്ലെ? അതെ, ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ സാർ, ഓഡിബിൾ ആണ്. ഓക്കെ സാർ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, ഓഡിബിൾ? യെസ് സർ, ഓഡിബിൾ ആണ്. 10th കഴിഞ്ഞ കുറേയേറെ മക്കൾ നമ്മളെ മുമ്പിലുണ്ട്. +2 കഴിഞ്ഞവരുണ്ട്. അവരുടെ അടുത്ത സാധ്യത എന്ത് എന്ന ആലോചനയാണ് പലപ്പോഴും നമ്മളെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് അഡ്രസ് ചെയ്യാൻ പറ്റുക, ഇതിന്റെ പ്രയാസങ്ങളെ എങ്ങനെയാണ് അവർക്ക് കർട്ടൈൽ ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിക്ക് എന്തൊക്കെ സാധ്യതയുണ്ട്, അതിൽ അവരെങ്ങനെ ആ തീരുമാനം എടുക്കുക എന്നതുകൂടി പറഞ്ഞുകൊണ്ട് സംസാരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ ആവാം, അതിന് നല്ല സമയം തരും. എനിക്ക് ഏറ്റവും ഇഷ്ടം കുറെ സെഷൻ ക്ലാസ് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ക്വറീസിനെ അഡ്രസ് ചെയ്യുക എന്നത് തന്നെയാണ്. തന്നെ നിങ്ങളുടെ സമയം പോലെ ഇതില് ക്വറീസ് നിങ്ങൾ തരിക. ആ ക്വറീസിന് നമുക്ക് സംശയ നിവാരണം കൂടി നടത്താം. ഓക്കെ, 10ാം ക്ലാസ് പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾ 10 വ്യത്യസ്ത സബ്ജക്റ്റുകളാണ് അവർ പഠിച്ചിട്ടുള്ളത്. അത് ആർട്സ് ഹയർ സെക്കൻഡറി ആണെങ്കിൽ 12 വ്യത്യസ്ത സബ്ജക്റ്റുകൾ അവർ കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ 12 സബ്ജക്റ്റ് അല്ലെങ്കിൽ 10 സബ്ജക്റ്റ് പൂർത്തീകരിച്ച മക്കൾ ഇനി എങ്ങോട്ട് പോകണം എന്ന തീരുമാനത്തിലാണ് അവരുണ്ടാവുക. സാധാരണ നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറ് ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന ഒരു തലമാണ്. ഹയർ സെക്കൻഡറിയിൽ സയൻസിൽ മാത്രം 10 കോമ്പിനേഷനുകൾ ഉണ്ട്, കൊമേഴ്സിൽ 4 വ്യത്യസ്ത കോമ്പിനേഷനുകൾ ഉണ്ട്, ഹ്യൂമാനിറ്റീസിൽ 32 വ്യത്യസ്ത കോമ്പിനേഷനുകൾ ഉണ്ട്. സോ ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും വരുന്ന വ്യത്യസ്ത സാധ്യതകളെ, ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലെ? മറ്റു സൗണ്ടുകൾ ഓക്കെ. സോ ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന കരിയർ സാധ്യതകളിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ സയൻസിൽ മാത്രം നമ്മൾ പറഞ്ഞു 10 വ്യത്യസ്ത കോമ്പിനേഷനുകളുണ്ട്. സയൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി 10ാം ക്ലാസ്സിൽ നിന്ന് എങ്ങനെയാണ് സെലക്ഷൻ ചെയ്യുക? ഫിസിക്സും കെമിസ്ട്രിയും അയാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അയാൾ സെലക്ട് ചെയ്യേണ്ട കോഴ്സാണ് സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഫിസിക്സ് കെമിസ്ട്രി ഒഴിവാക്കിക്കൊണ്ടൊരു സയൻസ് സ്റ്റഡീസിൽ സാധ്യമല്ല എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇനി അവിടെ നോക്കൂ, അത് കഴിഞ്ഞ് +2 സയൻസ് എടുത്ത ഒരാൾ അല്ലെങ്കിൽ സയൻസ് എടുക്കുമ്പോൾ തന്നെ ഈ 10 കോമ്പിനേഷനുകളിൽ ഓരോ കോമ്പിനേഷനുകളിലേക്ക് എങ്ങനെ പോകും എന്നതാണ്.
സയൻസിലെ ഏറ്റവും പെർഫെക്റ്റ് കോമ്പിനേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുക, ഒരു ജനറലി ഏറ്റവും പെർഫെക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് 4 പേപ്പറുകൾ വരുന്ന കോമ്പിനേഷനാണ്. ഈ കോമ്പിനേഷന്റെ സുഖം എന്താന്ന് ചോദിച്ചാൽ, സയൻസിന്റെ ഫിസിക്സ്, കെമിസ്ട്രി വരുന്നതോടുകൂടി സയൻസിന്റെ ഏതാണ്ട് എല്ലാ മേഖലകളിലേക്കും പോകാൻ പറ്റും. ബയോളജി വരുന്നതോടുകൂടി മെഡിക്കൽ അടിയിലായിരിക്കുന്ന ജീവിവർഗങ്ങളുമായുള്ള എല്ലാ പഠനത്തെയും ബയോളജിക്കൽ സ്റ്റഡീസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇനി അതിന്റെ കൂടെ വരുന്ന മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സാധ്യത, മാത്തമാറ്റിക്സിൽ എഞ്ചിനീയറിംഗ് മേഖലയിലേക്കോ അതല്ലെങ്കിൽ കുറെ കൂടി ഗവേഷണപരമായോ സഞ്ചരിക്കുന്ന ആർക്കും സ്വീകരിക്കാൻ പറ്റുന്നതാണ് മാത്തമാറ്റിക്സിന്റെ സാധ്യതകൾ എന്ന് പറയുന്നത്. അപ്പോ സയൻസ് സാധ്യമാകുന്ന, സയൻസ് തുറക്കുന്ന എല്ലാ വാതിലുകളിലേക്കും പോകാൻ പറ്റും. ഇനി കമ്പ്യൂട്ടർ സയൻസിലേക്കോ സൈക്കോളജിയിലേക്കോ മറ്റേതിലേക്ക് പോകണമെങ്കിലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ട്രീമാണ് ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് മാത്തമാറ്റിക്സ് പ്രയാസം ഉണ്ടായിരിക്കും. മാത്തമാറ്റിക്സ് പ്രയാസം ഉണ്ടാവുക എന്ന് പറയുന്നത് ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കി വെച്ചൊരു കഥയുടെ ഭാഗമാണ്. എന്നാൽ മാത്തമാറ്റിക്സ് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഒന്നും അല്ല. ഇനി ഒരാളുടെ തലച്ചോറിൽ പറഞ്ഞു മാത്തമാറ്റിക്സ് പ്രയാസമാണ് എന്ന് എഴുതി വെച്ച രീതിയിൽ അവരുടെ ഇടപെടൽ കൊണ്ടുപോവുകയാണ് എങ്കിൽ അവർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ കൂടെ മാത്തമാറ്റിക്സിന് പകരം മറ്റു പേപ്പറുകൾ സ്വീകരിക്കാം. മറ്റു പേപ്പറുകൾ സ്വീകരിച്ചാലുള്ള പ്രയാസം എന്ന് ചോദിച്ചാൽ പിന്നീട് അവർക്ക് എഞ്ചിനീയറിംഗ് മേഖലകളിലേക്ക് പോകാൻ കഴിയില്ല എന്നതാണ്. ഇനി മെഡിക്കൽ അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ രംഗത്തേക്കോ ഫിസിക്സിന്റെ രംഗത്തേക്കോ ഒക്കെ അവർക്ക് പോകാൻ സാധിക്കുകയും ചെയ്യും. സോ ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും അതുപോലെ മെഡിക്കൽ സബ്ജക്റ്റുകളിലേക്ക് കടന്നു ചെല്ലുന്നതിന് ഒരു തടസ്സമില്ലാത്ത കോമ്പിനേഷനാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ദെൻ അതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഹോം സയൻസ് എന്ന് പറയുന്ന കോമ്പിനേഷൻ എടുക്കാൻ പറ്റും, സൈക്കോളജി എന്ന് പറയുന്ന കോമ്പിനേഷൻ എടുക്കാൻ പറ്റും. ഇത്തരം കോമ്പിനേഷനുകൾ എടുക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ സാധ്യതകളൊക്കെ ഉണ്ടാവുകയും അയാൾക്ക് കുറച്ചുകൂടി ബയോളജിക്കൽ മേഖലയിലേക്ക് അല്ലെങ്കിൽ ഫുഡ് സയൻസ് ബന്ധപ്പെട്ടുകൊണ്ടോ അയാൾക്ക് സഞ്ചരിക്കാം. എന്നാൽ ബയോളജിക്ക് പകരം മാത്തമാറ്റിക്സ് ഇഷ്ടമുണ്ട്, സോ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പേപ്പറുകൾ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിലേക്കോ അല്ലെങ്കിൽ ഫുഡ് സയൻസോ ഒക്കെ സ്വീകരിക്കുന്ന മക്കളായിരിക്കും. സോ ബയോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കരിയറുകൾ മുഴുവൻ അവർക്ക് നഷ്ടമാകും എന്നതാണ് ഈ കോമ്പിനേഷന്റെ പ്രത്യേകത. ബയോളജി ഇങ്ങനെ കാണാതെ പഠിക്കുന്ന ഒരു പേപ്പർ താല്പര്യമില്ലാത്ത വിദ്യാർത്ഥികളായിരിക്കും ഈ രൂപത്തിൽ ഉണ്ടാവുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ച ഒരാൾക്ക് തീർത്തും സയൻസിന്റെ എല്ലാ കോമ്പിനേഷനുകളിലേക്കും അവർക്ക് സഞ്ചരിക്കാൻ പറ്റും. ഇനി നോക്കൂ നിങ്ങൾ, ആരാണ് കൊമേഴ്സ് സെലക്ട് ചെയ്യുക എന്നതാണ്. കൊമേഴ്സ് സെലക്ട് ചെയ്യേണ്ടത് സോഷ്യൽ സയൻസും മാത്തമാറ്റിക്സും നല്ല താല്പര്യമുള്ള മക്കളാണ് ഈ കൊമേഴ്സിലേക്ക് പോവേണ്ടത്. കൊമേഴ്സിലേക്ക് പോകുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മാത്തമാറ്റിക്സും അതുപോലെ സോഷ്യൽ സയൻസും നല്ല താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അക്കൗണ്ടൻസി, ബിസിനസ് ഈ 2 പേപ്പറുകൾ ഒഴിച്ചുകൊണ്ട് ഒരു കൊമേഴ്സ് സ്റ്റഡി ഇല്ല. സോ അക്കൗണ്ടിങ് ആൻഡ് ബിസിനസ് എന്ന് പറയുന്ന 2 പേപ്പറുകൾ സോഷ്യൽ സയൻസിന്റെ കൂടെ മാത്തമാറ്റിക്സ് കൂടി കമ്പൈൻ ചെയ്യുന്നതോടുകൂടി ഈ ഇത്തരം ആളുകളുടെ മുമ്പിലേക്ക് തുറന്നു വെക്കുന്ന വലിയ കരിയർ സാധ്യതകളാണ് ഉള്ളത്. കൂടെ ഇനി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഒരു പേപ്പറായി വരുന്നുണ്ട്. കൊമേഴ്സിലെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് അക്കൗണ്ടൻസി, ബിസിനസിന്റെ കൂടെ എക്കണോമിക്സ് കഴിഞ്ഞ് മാത്തമാറ്റിക്സ് കോമ്പിനേഷനായി വരുന്നതാണ്. എന്തുകൊണ്ടാണ് മാത്തമാറ്റിക്സ് ഇപ്പോ വല്ലാതെ ഭൂമി വന്നുകൊണ്ടിരിക്കുന്ന സാധ്യതകൾ സാധ്യതകൾ മുമ്പിലുണ്ട്. സാധ്യതകളിലേക്ക് പോകുന്ന ഒരാൾ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാത്തമാറ്റിക്സ് ഒരു പേപ്പറായി നിർബന്ധമായും പഠിച്ചിട്ടുണ്ടാവേണ്ടി വരും. മാത്തമാറ്റിക്സ് പഠിക്കാതെ അവർക്ക് ഹയർ സ്റ്റഡീസിലെ ഇത്തരം പരീക്ഷകളെ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. സോ ഇത്തരം പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥി എന്ന അർത്ഥത്തിൽ അവർ മാത്തമാറ്റിക്സ് ഒരു പേപ്പറായി പഠിച്ചിരിക്കണം. അങ്ങനെയെങ്കിൽ കൊമേഴ്സിലെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് നമുക്ക് പറയാവുന്നത് അക്കൗണ്ടൻസി, ബിസിനസ്, എക്കണോമിക്സ്, ദെൻ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന കോമ്പിനേഷനാണ്. ഈ കോമ്പിനേഷനാണ് അത്തരം വിദ്യാർത്ഥികൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി അതിൽ വേറെ പൊളിറ്റിക്കൽ സയൻസ് വരുന്ന അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വരുന്ന കോമ്പിനേഷനുകളൊക്കെ ഉണ്ട്. ബട്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ രംഗത്തേക്കോ ഹാർഡ്വെയർ രംഗത്തേക്കോ എഞ്ചിനീയറിംഗ് രംഗത്തേക്കോ പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ തീർത്തും സയൻസിന്റെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ജനറൽ സയൻസ് വരുന്ന ഫിസിക്സ്, മാത്തമാറ്റിക്സ് വരുന്ന കോമ്പിനേഷൻ ആണോ എടുക്കേണ്ടത്. കൊമേഴ്സിന്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അയാൾക്ക് സോഫ്റ്റ്വെയർ രംഗത്തേക്ക് പ്രയാസമാണ്. പിന്നീട് സോഫ്റ്റ്വെയർ രംഗത്തേക്കോ ഹാർഡ്വെയർ രംഗത്തേക്കോ എഞ്ചിനീയറിംഗിലേക്ക് പോകാൻ കഴിയില്ല. നേരെ മറിച്ച് മാത്തമാറ്റിക്സ് ഒരു പേപ്പറായി പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് BCA എടുക്കാൻ പറ്റുന്ന സാധ്യത മുമ്പിലുണ്ട് എന്ന് മാത്രം. ഇതാണ് കൊമേഴ്സിന്റെ വ്യത്യസ്തമായിരിക്കുന്ന കോമ്പിനേഷനുകളുടെ സ്റ്റൈൽ എന്ന് പറയുന്നതും അവരുടെ ഹയർ സ്റ്റഡീസ് എന്ന് പറയുന്നതും.
ഇനി നമുക്ക് ഹ്യൂമാനിറ്റേറിയൻ സയൻസിലെ സാധ്യതകൾ നോക്കിയാൽ അവിടെ ഹിസ്റ്ററിയും എക്കണോമിക്സും ഒരു പേപ്പറായി മക്കള് പഠിക്കേണ്ടി വരും. ഹിസ്റ്ററി, എക്കണോമിക്സ്, അത് ഇസ്ലാമിക് ഹിസ്റ്ററി ആവാം, എക്കണോമിക്സ് ആവാം. എന്തായാലും ഹിസ്റ്ററി എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു വലിയ കോമ്പിനേഷൻ നമുക്ക് കാണാൻ പറ്റും. സയൻസ് ഹ്യൂമാനിറ്റീസിലെ എല്ലാ പേപ്പറിലും ഇങ്ങനെ 2 സബ്ജക്ട് ഉണ്ടായിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധമില്ല. എല്ലാം ലാംഗ്വേജുകളാകാൻ വേണമെങ്കിൽ അത്തരം സാധ്യത വരെ ഹ്യൂമാനിറ്റീസിന്റെ കോമ്പിനേഷനുകളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നോക്കൂ, ഹ്യൂമാനിറ്റീസിലേക്ക് ആരാണ് പോവേണ്ടത്? 10ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിന്റെ കൂടെ ലാംഗ്വേജിനോട് നല്ല താല്പര്യമുള്ള ആളുകൾ. ലാംഗ്വേജ് നല്ല താല്പര്യമുള്ള വിദ്യാർത്ഥി, ഹ്യൂമാനിറ്റീസും ലാംഗ്വേജും നല്ല താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് ഹ്യൂമാനിറ്റീസും സയൻസിന്റെ കോമ്പിനേഷനുകളിലേക്ക് പോവേണ്ടത്. സോ ഇവിടെ നമുക്ക് വരുന്ന ഇവിടെ നമുക്ക് ഹ്യൂമാനിറ്റേറിയൻ സയൻസിലെ മറ്റു വ്യത്യസ്ത സാധ്യതകൾ കാണുമ്പോൾ നമുക്ക് അവിടെ ജിയോളജി, ജോഗ്രഫി, എക്കണോമിക്സ് ഒക്കെ കാണാൻ പറ്റും. എക്കണോമിക്സിലോ ജിയോഗ്രഫിയിലോ ജിയോളജിയിലോ ഒക്കെ ഹയർ സ്റ്റഡീസ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ തീർത്തും ഹ്യൂമാനിറ്റീസ് അല്ല എടുക്കേണ്ടത്. അവര് സയൻസ്, മാത്തമാറ്റിക്സ് വരുന്ന വിധത്തിലുള്ള സയൻസ് എടുത്തുകൊണ്ട് പിന്നീട് ജോഗ്രഫിയിലേക്കും ജിയോളജിയിലേക്കും എക്കണോമിക്സിലേക്കും പോവലാണ് ഏറ്റവും നന്നാവുക. കാരണം ഐസറുകൾ, നൈസറുകൾ പോലെയുള്ള IIC ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള ക്യാമ്പസുകൾ വാതിൽ തുറക്കുന്നത് എക്കണോമിക്സ് ഒരു സയൻസ് എന്ന അർത്ഥത്തിലാണ്. കേരളത്തിന് പുറത്ത് എക്കണോമിക്സിന്റെ സ്റ്റഡിയും കൂടുതലായി സയൻസ് എന്ന അർത്ഥത്തിൽ, ജോഗ്രഫിയുടെ സ്റ്റഡി സയൻസ് എന്ന അർത്ഥത്തിലാണ്, ജിയോളജിയുടെ സ്റ്റഡി സയൻസ് എന്ന അർത്ഥത്തിലായതുകൊണ്ട് മാത്തമാറ്റിക്സ് ഉള്ള കോമ്പിനേഷൻ എടുത്തുകൊണ്ട് പഠിക്കലാണ് ജിയോഗ്രഫി, ജിയോളജിയോ എക്കണോമിക്സോ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്. ഞാൻ കൂടുതൽ സംസാരം സ്പീഡായി പോകുന്നുണ്ടോ? ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? കുറച്ച് സ്പീഡ് കുറയ്ക്കാം സാറേ. ഓക്കെ, ആയിക്കോട്ടെ. സോ നോക്കൂ, നിങ്ങൾ സയൻസിൽ, കൊമേഴ്സിൽ ഒന്നും ഇല്ലാത്ത വലിയ സാധ്യതയാണ് ഹ്യൂമാനിറ്റീസിൽ മുമ്പിൽ വരുന്നത്. ആ ഹ്യൂമാനിറ്റീസിന്റെ സാധ്യത എന്ന് പറയുന്നത് എല്ലാം വേണമെങ്കിൽ ലാംഗ്വേജ് ആയി പഠിക്കാം എന്ന് പറഞ്ഞാൽ 3 പേപ്പർ ഓൾറെഡി, 2 പേപ്പർ എല്ലാവർക്കും ഇംഗ്ലീഷും ഹിന്ദിയും, ഇംഗ്ലീഷ് അറബിക്, ഇംഗ്ലീഷ് മലയാളം പോലെയുള്ള പേപ്പറുകൾ എടുക്കാൻ പറ്റും. എന്നാൽ 3ാമത്തെ ഒരു പേപ്പർ കൂടി വേണം ലാംഗ്വേജ് എടുത്താൽ 6 പേപ്പറിൽ 3 ലാംഗ്വേജ് എടുക്കാൻ പറ്റുന്ന സാധ്യത ഹ്യൂമാനിറ്റീസിലുണ്ട്. തീർന്നില്ല, വേണമെങ്കിൽ 4 പേപ്പറും ലാംഗ്വേജ് എടുത്ത് 2 പേപ്പർ മാത്രം സബ്ജക്ട് എടുക്കാൻ പറ്റും. എന്നാൽ സൈക്കോളജി, ജേർണലിസം പോലെയുള്ള സാധ്യതകളെ കൂടി ഉൾക്കൊള്ളിക്കുകയാണെന്നുണ്ടെങ്കിൽ 4 പേപ്പർ ലാംഗ്വേജുകളായും 2 പേപ്പറുകൾ ജേർണലിസം പോലെ, ജേർണലിസം ശരിക്ക് ഒരു ലാംഗ്വേജിന്റെ ഡെറിവേറ്റീവ് ആയി തന്നെ വരുന്നതാണ്. സൈക്കോളജി മാത്രം ഒരു പേപ്പർ മാത്രം അഡീഷണൽ ആയി പഠിക്കേണ്ടുന്ന രീതിയുണ്ട്. ഇനി അതുമല്ല, കമ്മ്യൂണിക്കേഷൻ, ഇംഗ്ലീഷ്, ജേർണലിസം, ഇത്തരം പേപ്പറുകൾ വെച്ച് 6 പേപ്പറും പഠിക്കുന്ന 6 പേപ്പറും ലാംഗ്വേജ് ആയി പഠിക്കാൻ പറ്റുന്ന സാധ്യത, ഭാഷയായി പഠിക്കാൻ പറ്റുന്ന സാധ്യതയും ഹ്യൂമാനിറ്റീസിലുണ്ട്. ഞാനിപ്പോ പറഞ്ഞ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് 46 വ്യത്യസ്ത കോമ്പിനേഷനുകൾ ഉണ്ടെന്ന് പറഞ്ഞു. 10ാം ക്ലാസ്സിന് ശേഷം പോകാൻ പറ്റുന്ന ഏക സാധ്യതയാണ് ഈ 46 എണ്ണവും. ഇങ്ങനത്തെ 17 എണ്ണമെങ്കിലും എനിക്ക് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പറയാൻ പറ്റും. അഥവാ ഈ 46 ഡെറിവേറ്റീവുകൾ വരുന്നത് ഒരു സാധ്യത മാത്രമാണ്. ഇവിടെ നിന്ന് നമ്മൾ ഒന്നുകൂടി മാറി സഞ്ചരിക്കുന്നു. അഥവാ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥി, എഞ്ചിനീയറിംഗിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി, അയാൾ പ്രയാസപ്പെട്ട് ഇവിടെ തന്നെ തുടരേണ്ടതില്ല. അയാൾ സയൻസ് പഠിക്കേണ്ടതില്ല. അയാൾ നേരെ ടെക്നിക്കൽ ഹയർ സെക്കൻഡറിയിലേക്കാണ് പോവേണ്ടത്. എങ്ങനെയാണ് കുട്ടിയെ തിരിച്ചറിയാൻ പറ്റുക? എഞ്ചിനീയറിംഗ് ആണ് അയാൾക്ക് താല്പര്യം, മാത്സും ഫിസിക്സും നല്ല താല്പര്യമുണ്ട്. ആ രൂപത്തിലുള്ള എഞ്ചിനീയറിംഗ് തൽപരരായിരിക്കുന്ന വിദ്യാർത്ഥികൾ 10ാം ക്ലാസ് കഴിഞ്ഞ് നേരെ പോകേണ്ടത് ടെക്നിക്കൽ ഹയർ സെക്കൻഡറിയിലേക്കാണ്. അവിടെ 2 വ്യത്യസ്ത ഇന്റഗ്രേറ്റഡ് സ്റ്റൈലും അതുപോലെ ശരിക്ക് സാധാ സയൻസിന്റെ സ്ട്രീമും അതുപോലെ ഇന്റഗ്രേറ്റഡ് സ്ട്രീമും 2 വ്യത്യസ്ത സ്ട്രീമുകൾ നമുക്ക് കാണാൻ പറ്റും. ഇനി നോക്കൂ നിങ്ങൾ, അതല്ലാത്തൊരു വിദ്യാർത്ഥി പെട്ടെന്ന് ജോലി സംബന്ധമായി സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിലേക്കാണ് ഒരു കുട്ടി ഫോക്കസ് ചെയ്യുന്നത് വിചാരിക്കുക. പെട്ടെന്ന് ഒരു സ്വയം തൊഴിൽ വേണം, ഒരു തൊഴിൽ വേണം എന്ന അർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോകാനുള്ളതാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, VHSC എന്ന് പറയുന്നത്. VHSC എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സ്ട്രീം, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ഇങ്ങനെ ഏതാണ്ട് 47ഓളം വ്യത്യസ്ത സ്ട്രീമുകൾ ഹ്യൂമാനിറ്റീസിലും ഉണ്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഞാൻ പറഞ്ഞു, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി ഞാൻ പറഞ്ഞു, അതുപോലെ സാധാ ഹയർ സെക്കൻഡറിയും പറഞ്ഞു. ഇനി ഇതേപോലെ ആർട്സ് ഹയർ സെക്കൻഡറി, സ്പോർട്സ് ഹയർ സെക്കൻഡറി എന്ന അർത്ഥത്തിൽ സ്പോർട്സിന് മാത്രം സ്പെഷ്യൽ ചെയ്യുന്ന ക്യാമ്പസുകൾ, ആർട്സിൽ വ്യത്യസ്തമായിരിക്കുന്ന ആർട്ട്
പെർഫോമിംഗ് ആർട്സുകളുടെ അതല്ലെങ്കിൽ വ്യത്യസ്തമായിരിക്കുന്ന ആർട്ട് കപ്പാസിറ്റികളെ ഹയർ സെക്കൻഡറി തലത്തിൽ വികസിപ്പിക്കുന്ന സാധ്യതകൾ മുമ്പിലുണ്ട്. ഇത് ആർട്സ് ഹൈസ്കൂൾ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ ആർട്സ് ഹയർ സെക്കൻഡറിയും സ്പോർട്സ് ഹയർ സെക്കൻഡറിയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്നാണ് പോളിടെക്നിക് എന്ന് പറയുന്നത്. പോളിടെക്നിക് എന്ന് പറയുന്നത് ശരിക്ക് ഫിസിക്സിനോട് നല്ല താല്പര്യമുണ്ട്, വർക്കിങ്ങുകളോട് നന്നായി താല്പര്യമുണ്ട്, മാത്തമാറ്റിക്സിൽ ഒരു ബേസിക് സ്കില്ലുണ്ട് എങ്കിൽ അവർ പോവേണ്ടത് പോളിടെക്നിക്കിലേക്കാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ സയൻസ് അല്ല, ഈ തീർത്തും പോളിടെക്നിക്കിന്റെ വ്യത്യസ്ത സ്ട്രീമുകളുണ്ട്. സാധാരണ എഞ്ചിനീയറിംഗിൽ കാണുന്ന എല്ലാ സാധ്യതകളെയും നമുക്ക് ഇവിടെ ഈ പോളിടെക്നിക് എന്ന് പറയുന്ന ഫോമിൽ നമുക്ക് കാണാൻ പറ്റും. ക്ലിയറാണെന്ന് വിചാരിക്കുന്നു. ഇനി അതുമല്ല, ഒരാൾക്ക് മെഷീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിവൈസുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടിച്ച് അതിന്റെ ഉള്ളിലെ വർക്കിങ്ങുകൾ എന്തൊക്കെയാണെന്ന് നോക്കുക മാത്രമാണ് ചെയ്യുക. അതല്ലാതെ പഠിക്കുന്നത് ഇനി ഫിസിക്സ് പഠിക്കാനോ മാത്തമാറ്റിക്സ് പഠിക്കാനോ ഒന്നും താല്പര്യമില്ല. അങ്ങനത്തെ കുട്ടികളാണ് ITIകളിലേക്ക് പോവേണ്ടത്. ഓക്കെ, ഈ ITIകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥി എന്ന് പറയുന്നത് അവർ തീർത്തും വർക്കിംഗ് ആയിരിക്കും. കുറെ കൂടി വർക്കിംഗ് മെഷീനുകളുടെ മുകളിൽ, വാഹനങ്ങളുടെ മുകളിൽ, ഓട്ടോമേറ്റഡ് സാധനങ്ങളുടെ മുകളിൽ തീർത്തും വർക്ക് ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് അത്തരം സാധ്യതകളെ ഉപയോഗപ്പെടുത്തേണ്ടത്. ഇനി ITI എന്ന് പറയുന്നത് അതുപോലെ പോളി എന്ന് പറയുന്ന സാധ്യതകൾ മാറിയാൽ വേറെയും അനന്ത സാധ്യതകൾ തുറന്നു തരുന്ന സംവിധാനങ്ങളുണ്ട്. അതിലൊന്നും സിപ്പറ്റ് എന്ന് പറയുന്നതാണ്. CIPET, സിപ്പറ്റ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ആണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പൊ പേര് മാറ്റി സിപ്പറ്റ് CIPET തന്നെയാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്ന പേരിൽ സിപ്പറ്റ് എന്ന് പറയുന്ന സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. ഈ സിപ്പറ്റുകളുടെ ലെവൽ എന്ന് പറയുന്നത് നമുക്ക് പാലക്കാട് ക്യാമ്പസ് ഉണ്ട്, അതുപോലെ കൊച്ചിയിൽ ക്യാമ്പസ് ഉണ്ട് സിപ്പറ്റിന്. ഈ സിപ്പറ്റിന്റെ ക്യാമ്പസിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മോൾഡുകൾ ഉണ്ടാക്കുക എന്നതാണ്, അച്ചുകൾ ഉണ്ടാക്കുക. നമ്മൾ സോപ്പ് കാണുന്നുണ്ട്, സോപ്പുകൾ നമ്മൾ കാണാറുണ്ട്, അതുപോലെ ഗ്ലാസ് പോലെയുള്ള മെറ്റീരിയൽ കാണാറുണ്ട്, പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് കാണാറുണ്ട്, നമ്മളുടെയൊക്കെ ഡ്രസ്സിന്റെ മുകളിൽ നല്ല അടിപൊളി ഡിസൈനുകൾ കാണാറുണ്ട്, ബട്ടൺസ് കാണാറുണ്ട്. ഇങ്ങനെ കുറേയേറെ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ കാണാറുണ്ട്. നോക്കൂ നിങ്ങൾ, ഈ സാധ്യതകളെ മുഴുവൻ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്, അത് ഉണ്ടാക്കിയെടുക്കുന്ന മോൾഡുകൾ, അച്ചുകളെ ഉണ്ടാക്കി കൊടുക്കുന്ന ക്യാമ്പസ്, അതിന് പരിശീലിപ്പിക്കുന്ന ക്യാമ്പസ് ആണ് സിപ്പറ്റ് എന്ന് പറയുന്നത്. CIPET, സിപ്പറ്റ് എന്ന് പറയുന്ന സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇവിടെ ഇത്തരം ക്യാമ്പസുകൾ ചെയ്യുന്ന കൃത്യമായ വർക്ക് എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു, ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിലെ എല്ലാ ബിസ്ക്കറ്റും ഒരേ സൈസും ഒരേ മെഷേഴ്സും ഒരേ കണ്ടന്റും ഒരേ ലെവലും ആയിരിക്കും ഉണ്ടാവുക. ഇത്തരം എല്ലാ പ്രൊഡക്റ്റുകളും ഈ അർത്ഥത്തിൽ നമുക്ക് ഷേപ്പ് ചെയ്ത് കിട്ടുന്നത് അതിന്റെ മോൾഡുകളാണ്. സോ ഇത്തരം മോൾഡുകൾ ഉണ്ടാക്കുന്നതിന് പരിശീലിപ്പിക്കുന്ന ക്യാമ്പസ് ആണ് സിപ്പറ്റ് എന്ന് പറയുന്നത്. അതുപോലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കിംഗ് ടെക്നോളജി എന്ന് പറയുന്ന സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കിംഗ് ടെക്നോളജി ശരിക്ക് ഓരോ മെറ്റീരിയലിനും കൃത്യമായി പാക്ക് ചെയ്യുന്നതിന്റെയും അതുപോലെ പാക്ക് ചെയ്യുന്നതിന്റെ വ്യത്യസ്ത ടൂളുകൾ, വ്യത്യസ്ത മെറ്റീരിയലുകൾ എന്ന അർത്ഥത്തിൽ പരിശീലിപ്പിക്കുന്ന സ്ഥാപനമുണ്ട്. അതുപോലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിന്റിംഗ് ടെക്നോളജി എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. ഇത്തരം സ്ഥാപനങ്ങളിലേക്കൊക്കെയുള്ള എൻട്രി 10ാം ക്ലാസ്സിന് ശേഷം നേരെ സാധ്യമാണ്. ഇനി അതുമല്ല, അടുത്തത് ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയും, GCI, ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് സെക്രട്ടേറിയൽ പ്രാക്ടീസ് എന്ന അർത്ഥത്തിൽ ചെറിയ ചില കമ്പനികളുടെയൊക്കെ അവിടുത്തെ സെക്രട്ടേറിയൽ പ്രാക്ടീസ്, അതായത് അവിടുത്തെ ഓഫീസ് വർക്കുകളെ, എല്ലാ ഫയലിംഗ് വർക്കുകളെയും സെറ്റ് ചെയ്യുന്ന രൂപത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥാപനം ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇത്തരം സ്ഥാപനങ്ങളിലേക്കും 10ാം ക്ലാസ് കഴിഞ്ഞു തന്നെ ചെന്ന് പഠിക്കാൻ പറ്റുന്നതാണ്. അടുത്ത ഒന്ന് IIHT ആണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി. ഹാൻഡ്ലൂം ടെക്നോളജി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കൈകൊണ്ട് നിർമ്മിച്ചെടുക്കാവുന്ന ഒരു കൂട്ടം മെറ്റീരിയലുകളെ കൃത്യമായി സെറ്റ് ചെയ്ത് അതിനുവേണ്ടി പരിശീലിപ്പിക്കാൻ അല്ലെങ്കിൽ അത് പഠിക്കാൻ പറ്റുന്ന നമ്മുടെ പുതിയ കാലത്ത് നല്ല നല്ല പ്രൊഡക്റ്റുകൾ, ഗിഫ്റ്റ് ഐറ്റംസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ നമുക്ക് രൂപപ്പെടുത്താനും ഉണ്ടാക്കാനും ഒക്കെ നമ്മളെ പരിശീലിപ്പിക്കുന്ന ക്യാമ്പസ് ആണ് IIHT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു സ്ഥാപനമാണ്, മറ്റൊരു കോഴ്സാണ് JDC എന്ന് പറയുന്നത്, ജൂനിയർ ഡിപ്ലോമ ഓൺ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞ് നേരിട്ട് ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണ് JDC, ജൂനിയർ ഡിപ്ലോമ ഓൺ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 104 കമ്പനികളുണ്ട് കേരളത്തിൽ, ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് കമ്പനികൾ, പ്രൈവറ്റ് കുറെ ഉണ്ട്, പിന്നെ കുറച്ചുകൂടി
കോർപ്പറേറ്റ് ഫണ്ടഡ് ആയിരിക്കുന്ന സ്ഥാപനങ്ങൾ വേറെയുണ്ട്. ഇത്തരം സ്ഥാപനങ്ങളുടെ ഒക്കെ അവിടുത്തെ കൃത്യമായി അവിടുത്തെ അക്കൗണ്ട്സുകളെ മാനേജ് ചെയ്യുന്നത്, അതുപോലെ 46ഓളം കോർപ്പറേറ്റ് കോർപ്പറേറ്റീവ് സംവിധാനങ്ങൾ, നമ്മളെ ഫാക്ട് പോലെയുള്ള അതല്ലെങ്കിൽ മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്ട്രി പോലെയുള്ള ഓരോ സാധനത്തിന്റെയും ബോർഡുകളായി 46 ബോർഡുകൾ തന്നെ കേരളത്തിലുണ്ട്. ഇത്തരം ബോർഡുകളുടെ മുഴുവൻ അക്കൗണ്ട്സ് സെറ്റ് ചെയ്യുന്ന, അതിന്റെ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്ന ആളുടെ പേര് ഈ JDC കഴിഞ്ഞ ആളുകളാണ്. അതുപോലെ JPHN എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. JPHN, ഓക്കെ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് സെന്റർ എന്ന അവിടുത്തെ ഹെൽത്ത് സെന്റർ നേഴ്സ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് നമ്മളെ മുമ്പിലേക്ക് തുറന്നു വെക്കുന്ന വാതിൽ. നോക്കൂ, ഇത്തരം വാതിലുകളെല്ലാം നമുക്ക് ഈ രൂപത്തിൽ താല്പര്യമുള്ള ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്നതാണ്. മോണ്ടിസോറി TTC, അതുപോലെ പ്രീ പ്രൈമറി TTC, നഴ്സറി ടീച്ചർ NTTC എന്ന് പറയുന്നത്, അതുപോലെ കമ്പ്യൂട്ടർ TTC എന്ന് പറയുന്നത്, ഇത്തരം സാധ്യതകളിലേക്ക് മുഴുവൻ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ സഞ്ചരിക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്തൊന്ന് FCI എന്ന് പറയും, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വ്യത്യസ്ത കോഴ്സുകൾ. അഥവാ കൊറോണയ്ക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറെ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മൾ കുറെ വ്യത്യസ്തമായ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരുന്നു, അതൊക്കെ ഇങ്ങനെ വിറ്റിരുന്നു ആളുകൾക്ക് ആവശ്യത്തിന്. പക്ഷേ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നിട്ട് അത് ബ്ലോക്ക് ചെയ്തു. എന്നാൽ അത്തരം ബ്ലോക്കിംഗ് ഒന്നും വരാത്ത വിധത്തിൽ കൃത്യമായി കാറ്ററിംഗ് ഫുഡുകളെ, പുതിയ പുതിയ ഫുഡുകൾ ഉണ്ടാക്കുന്നു, അച്ചാറുകൾ ഉണ്ടാക്കുന്നു, അത്തരം സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഏറ്റവും ഡെക്കറേറ്റഡ് വേർഷൻ, കേക്കിന്റെ വേർഷൻ ഉണ്ടാക്കി, അല്ലെങ്കിൽ ജ്യൂസസിന്റെ വേർഷൻ ഉണ്ടാക്കി. ഇപ്പൊ നമ്മള് കുറെ കൂടി നാട്ടിൽ കാണുന്ന മാങ്ങകളുടെ ഒക്കെ നേരത്തെ ഈ ഫ്രൂട്ടി ഒക്കെ ആയിരുന്നു കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് കുറെ വെറൈറ്റി സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. കുറെ എണ്ണം ചമ്മന്തി പൊടി, അതുപോലെ അച്ചാറ് പൊടി, ഇങ്ങനെ ചമ്മന്തിപ്പൊടി ഉൾപ്പെടെയുള്ള വ്യത്യസ്ത സാധനങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വിപണിയിൽ അവൈലബിൾ ആണ്. ഇങ്ങനെ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കി അത് വിറ്റഴിക്കാൻ പറ്റുന്ന സാധ്യതകൾ കൊടുക്കുന്ന, അതല്ലെങ്കിൽ അത്തരം പെർമിഷനുകൾക്ക് കിട്ടുന്ന കോഴ്സുകളുണ്ട്. മറ്റൊന്ന് KGTE, കേരള ഗവൺമെന്റിന്റെ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ കീഴിൽ ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. ടൈപ്പിസ്റ്റ്. സോ നന്നായി ലോ ലെവൽ, ഹൈ ലെവൽ, ഷോർട്ട് ഹാൻഡ് രൂപത്തിൽ നമുക്ക് ടൈപ്പിംഗ് സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നമ്മളെ പരിശീലിപ്പിക്കുന്ന എല്ലാ ഇതിൽ ഇപ്പൊ നിങ്ങൾ ബാംബു കോർപ്പറേഷനെ കാണാൻ പറ്റും, അതുപോലെ മറ്റ് കോർപ്പറേഷനുകളെ കാണാൻ പറ്റും. അത്തരം സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് LDC, ലോവർ ഡിവിഷൻ ക്ലർക്കിന്റെ പോസ്റ്റിലേക്ക് വരാൻ വേണ്ടി നമ്മളെ മുമ്പിലേക്ക് തുറന്നു വെക്കുന്ന ധാരാളം വാതിലുകളുണ്ട്. ആ വാതിലുകളിൽ KGTE നിന്ന് കൊടുക്കുന്ന ഈ ലോ ലെവൽ, ഹൈ ലെവൽ, മലയാളത്തിലും ഇംഗ്ലീഷിലും ഷോർട്ട് ഹാൻഡിലും ഒക്കെ ഉള്ള വ്യത്യസ്ത കോഴ്സുകളുണ്ട്. അത്തരം കോഴ്സുകൾ പൂർത്തീകരിക്കാം. ഇത് അവര് മാത്രമല്ല, കെൽട്രോൺ കൊടുക്കുന്ന കോഴ്സുകളുണ്ട്. കെൽട്രോൺ, ഈ പറയപ്പെട്ട പോലെ KGTE കൊടുക്കുന്ന പോലെ കെൽട്രോൺ കൊടുക്കുന്ന കോഴ്സുകളുണ്ട്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ സീഡിറ്റ് എന്ന് പറയുന്ന ഗവൺമെന്റ് സർട്ടിഫൈഡ് ആയിരിക്കുന്ന കമ്പനി വർക്ക് ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സീഡിറ്റ്. അതുപോലെ നീലിറ്റ് എന്ന് പറയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന അർത്ഥത്തിൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത്, നോക്ക്, നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു കൂട്ടം സാധ്യതകൾ അവരുടെ മുമ്പിൽ പഠനം എന്ന അർത്ഥത്തിൽ തന്നെയുണ്ട്. ഇനി നിങ്ങൾ അറിയേണ്ടത് ഈ KGTE വ്യത്യസ്ത കോഴ്സുകളുണ്ട്. അതിലൊരു കോഴ്സ് തുന്നൽ ടീച്ചർ എന്ന് പറയുന്നതാണ്. എന്താണ് തുന്നൽ ടീച്ചറുടെ യോഗ്യത? 10ാം ക്ലാസ്സും ഗുസ്തിയാണെന്ന് വേണം പറയാൻ. 10ാം ക്ലാസ് കഴിഞ്ഞ ഒരാൾ, അയാൾ തുന്നൽ 6 മാസത്തെ തുന്നൽ കോഴ്സ് കഴിഞ്ഞാൽ, അയാൾ PSC എഴുതിയാൽ അയാൾക്ക് 35,000 രൂപ സാലറി കിട്ടും. 10ാം ക്ലാസ് കഴിഞ്ഞ് തുന്നൽ ടീച്ചറെ സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടാക്കിയാൽ, 6 മാസത്തെ തുന്നൽ ടീച്ചർ സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടാക്കിയാൽ അയാൾക്ക് തുന്നൽ ടീച്ചറായി പോസ്റ്റ് ചെയ്യാൻ, ആർട്ട് ടീച്ചറായി, തുന്നൽ ടീച്ചറായി പോസ്റ്റ് ചെയ്യപ്പെടുകയും അയാൾക്ക് ഈ പറയപ്പെട്ട 35,000 രൂപ സാലറി, തുടക്കത്തിൽ 25,000 രൂപ മുതൽ സാലറി നമുക്ക് വാങ്ങാൻ പറ്റുന്ന സാധ്യതകളുണ്ട്. ഗവൺമെന്റിൽ തന്നെ നമ്മൾ LGSന്റെ സാധ്യത നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ LGSന്റെ LDCയുടെ സാധ്യതകൾ, 10ാം ക്ലാസ് യോഗ്യതയിൽ പോകാൻ പറ്റുന്ന സാധ്യതകൾ, അതുപോലെ മെട്രിക് ലെവൽ എക്സാമുകൾ എന്ന അർത്ഥത്തിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന 10ാം ക്ലാസ് യോഗ്യതയുള്ള 18 വയസ്സായ ആളുകൾക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷകളുണ്ട്. അതുപോലെ RRBയുടെ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഗ്രൂപ്പ് D സർവീസസ് എന്ന അർത്ഥത്തിൽ 10 വ്യത്യസ്ത സർവീസുകളുണ്ട്. ഇതെല്ലാം SSLC മാത്രം കഴിഞ്ഞ ആളുകൾക്ക്, വെറും 10ാം ക്ലാസ് മാത്രം കഴിഞ്ഞ ആളുകൾക്ക് മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്ന വലിയ വിഹായസിലെ കരിയർ സാധ്യതകളാണ്.
ഹലോ, കേൾക്കാം സാറേ, കേൾക്കാം. ഓക്കെ അല്ലേ? ഓക്കെ ഞാൻ ഞാൻ 10th ശേഷമുള്ള സാധ്യതകൾ എന്ന അർത്ഥത്തിലാണ് ഇപ്പോ സംസാരിച്ചത്. കുറെ കൂടി +2 ശേഷമുള്ള സാധ്യതകൾ എന്ന അർത്ഥത്തിൽ കൂടി സംസാരിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കുറച്ച് ഞാൻ കുറെ കൂടി ഇതിന്റെ ഒരു വലിയ ലോകം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് ഇത്ര നേരം സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഇതൊരു വലിയ ലോകമാണ്. 1 മണിക്കൂർ കൊണ്ട് മതിയാവില്ല. എന്നാൽ പോലും നിങ്ങൾക്ക് ഒരു അതിന്റെ ഒരു ചെറിയ ഒരു സാധ്യത കിട്ടണമല്ലോ. അതിനാണ് ഞാൻ അതിന്റെ ഒരു ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അത് കഴിഞ്ഞ് നേരെ +2 ശേഷമുള്ള സാധ്യതകൾ എന്ന അർത്ഥത്തിൽ കൂടി നമുക്ക് ചില സംസാരങ്ങൾ പുരോഗമിക്കാം എന്ന് തോന്നുന്നു. എന്താ നിങ്ങളുടെ അഭിപ്രായം? അതോ +2 കൂടി പറഞ്ഞ് അതിനുശേഷം കൊറീസ് മതിയാ? ആയിക്കോട്ടെ സാർ, അതാ നല്ലേ. സമയം വേസ്റ്റ് ആവില്ല. ക്വയറീസ് തുടങ്ങിയാൽ പിന്നെ സാറിന് നിർത്താൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് കുറച്ച് +2 പറയല നന്നാകുമെന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത വീക്കും കൂടി നമുക്ക് ആലോചിക്കുന്നുണ്ട്. ഏതായാലും നടക്കട്ടെ. ഓക്കെ, സ്പീഡ് കുറച്ച് ഇതുകൂടി പ്രയാസം ഉണ്ടായിട്ടുണ്ടാവില്ല. ഓക്കെ, +2 കഴിഞ്ഞ ഒരാൾ ഇനി എങ്ങോട്ടേക്ക് പോകണം എന്നതാണ് നമ്മളുടെ അടുത്ത ചോദ്യം ഉള്ളത്. +2 കംപ്ലീറ്റ് ചെയ്ത ഒരാൾ എങ്ങോട്ടേക്ക് പോകണം? +2 കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് അയാൾ ഒന്നുകിൽ സയൻസ് ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കൊമേഴ്സ് ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക, അതല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സാധനങ്ങളെല്ലാം +2 എന്ന അർത്ഥത്തിൽ തന്നെ, അതായത് 10th ശേഷം എന്ന അർത്ഥത്തിൽ ഒരു വലിയ ലോകമാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് ഇതിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് ഉണ്ട്. നമുക്കിപ്പോ പെട്ടെന്ന് പറയാവുന്ന ചില സാധനങ്ങൾ. ഒന്ന്, സയൻസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് എന്റെ അറിവിൽ 80 എൻട്രൻസ് എക്സാമുകൾ ഉണ്ട്. 80 എൻട്രൻസ് എക്സാമുകൾ സയൻസ് പാസ്സായ കുട്ടികൾക്ക് മാത്രമുണ്ട്. അതിൽ ഞാൻ ചില എക്സാമുകളെ പറയാം. ഒന്ന്, നീറ്റ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. സയൻസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു പരീക്ഷ നീറ്റാണ്. നീറ്റ് എന്ന് പറയുന്നത് MPBSലേക്ക് ഒരാൾക്ക് കടന്നു ചെല്ലാനുള്ള വഴിയാണ്. ഒന്ന്, MPBS മാത്രമല്ല, അവിടെ അടുത്തത് BAMS ആയുർവേദ, BSMS സിദ്ധ, BUMS യുനാനി, BNMS നാച്ചുറോപ്പതി, അതുപോലെ ആയുർവേദ ഞാൻ പറഞ്ഞു, MBBS പറഞ്ഞു, സിദ്ധ പറഞ്ഞു, ഇങ്ങനെ വെറ്റിനറി, BDS, ഇങ്ങനെ ഒരു വലിയ ലോകം എന്തുണ്ട്, സാധാരണ നമ്മൾ കാണുന്ന നീറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള എൻട്രി ഉണ്ട്. അഥവാ നീറ്റ് പരീക്ഷ എഴുതണം. നീറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥി, 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ ശരിക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് മാത്രമാണ് വേറൊന്നും അവർ വായിക്കേണ്ടതില്ല. ബയോളജി വളരെ കൃത്യമായി ലൈൻ ബൈ ലൈൻ പഠിച്ചിട്ടുണ്ടാവണം. മാത്തമാറ്റിക്സും ഫിസിക്സ്, കെമിസ്ട്രി, ഈ 2 പേപ്പറുകൾ കൂടി കൃത്യമായി പഠിച്ചിട്ടുണ്ടാവണം. അവർക്ക് നീറ്റ് എക്സാം എഴുതാം. ഓക്കെ, സയൻസ് തലത്തിൽ നീറ്റ് മാത്രമല്ല എക്സാം ഉള്ളത്, മറിച്ച് വേറെയും കുറെ എക്സാമുകൾ ഉണ്ട്. അതിൽ ഒരു എക്സാം ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗിലേക്ക് പ്രവേശനം നൽകുന്ന, എഞ്ചിനീയറിംഗിലേക്ക്, ആർക്കിടെക്റ്റിലേക്കൊക്കെ എൻട്രൻസ് കൊടുക്കുന്ന, ഡിസൈനിങ്ങിലേക്കൊക്കെ കുട്ടികൾക്ക് എൻട്രൻസ് കൊടുക്കുന്ന എക്സാം ആണ് JEE, ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണ് ഉണ്ടാവുക. നേരത്തെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഇവിടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണ് ഉണ്ടാവുക. ഇതാണ് ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഇനി ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, IAT എന്ന് പറയുന്ന പരീക്ഷയുണ്ട്. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സയന്റിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്ന കുട്ടിക്ക് +2 തലത്തിൽ തന്നെ എഴുതാൻ പറ്റുന്ന പരീക്ഷയാണ് IAT എന്ന് പറയുന്നത്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. സോ സയൻസിലെ വിദ്യാർത്ഥികൾ ഇത് മാത്രമൊന്നുമല്ല, ഇനിയുമേറെ എക്സാമുകൾ അവർക്കുണ്ട്. അതിലൊന്ന് കുസാറ്റ് നടത്തുന്ന എക്സാം ആണ്. അതുപോലെ VIT എക്സാം ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന MIT എക്സാം, VIT എക്സാം ഉൾപ്പെടെയുള്ള വ്യത്യസ്തമായ എക്സാമുകൾ ഉണ്ട്. അതിൽ അഗ്രികൾച്ചറൽ മേഖലയിലേക്ക് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പരീക്ഷയാണ് ഐക്കർ എന്ന് പറയുന്നത്.
ഇനി ഡിഗ്രി ആഗ്രഹിക്കുന്ന ബയോളജി ലെവൽ ബയോടെക്നോളജി ലെവലിൽ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷ GBILS എന്ന പേരിലുണ്ട്. ഇങ്ങനെ മാത്തമാറ്റിക്സിന്റെയും ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ഒക്കെ വ്യത്യസ്തമായിരിക്കുന്ന എക്സാമുകളുണ്ട്. നമ്മുടെ നാട്ടിൽ പരിചയമുള്ള ഏതാണ്ട് എക്സാമുകളെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞു എന്ന് മാത്രം. ഇനി ഇതല്ലാതെ ഒരു കുട്ടി കൊമേഴ്സ് രംഗത്തേക്ക് പോകുന്നു എങ്കിൽ ശരിക്ക് 10ാം ക്ലാസ്സിൽ നിന്ന് തന്നെ എഴുതാൻ പറ്റുന്ന പരീക്ഷയാണ്, 10ാം ക്ലാസ്സിൽ നിന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന സാധ്യതയാണ് ACCA എന്ന് പറയുന്നത്. ACCA എന്ന് പറയുന്നത് UK ബേസ്ഡ് ആയിരിക്കുന്ന സർട്ടിഫിക്കേഷൻ തരുന്ന സാധനമാണ്. ഇത് ഒരു പരീക്ഷ കഴിയുന്ന, അതായത് വ്യത്യസ്ത സ്ട്രീമുകളിലായി അതിന്റെ ഫൗണ്ടേഷൻ, അതിന്റെ ഇന്റർമീഡിയറ്റ്, അതിന്റെ ഫൈനൽ എന്ന അർത്ഥത്തിൽ 3 വ്യത്യസ്ത തലങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. ഓരോ ഇതിലും 4 പേപ്പറുകൾ, 8 പേപ്പറുകൾ, ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B എന്ന അർത്ഥത്തിലൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ എക്സാമിന്റെ സ്ട്രക്ചർ അല്ല പറയുന്നത്, അവിടെ വിദ്യാർത്ഥികൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷ ACCA CA-യുടേതാണ്, മറ്റൊന്ന് CMA-യുടേതാണ്. എക്സാമുകളുണ്ട്. അതിൽ തന്നെ പിന്നെയും ചില സ്പെസിഫിക് എക്സാമുകളുടെ ഒരു വലിയ വഴി അവിടെയുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തേത് ഹ്യൂമാനിറ്റേറിയൻ സയൻസിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് വരുന്ന വ്യത്യസ്തമായിരിക്കുന്ന പരീക്ഷകളുണ്ട്. അത്തരം പരീക്ഷകൾ, ഇങ്ങനെ ഒരു കൂട്ടം എൻട്രൻസ് എക്സാമുകൾ എഴുതിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് മുന്നോട്ട് പോകാം. എന്നാൽ ഇതുപോലെ വിദ്യാർത്ഥികളുടെ മുമ്പിലേക്ക് കൊടുക്കുന്ന അടുത്ത ഒരു പരീക്ഷയുടെ പാർട്ട് ശരിക്ക് CUET എന്ന് പറയുന്നതാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന പേരിൽ, CUET എന്ന പേരിൽ അറിയപ്പെടുന്ന പരീക്ഷ. ഇന്ത്യയിൽ ഏതാണ്ട് 950-ലധികം യൂണിവേഴ്സിറ്റികളുണ്ട്. ഓരോ യൂണിവേഴ്സിറ്റികൾക്കും 100-നടുത്ത് ക്യാമ്പസുകളുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കൊക്കെ 396 ക്യാമ്പസ് ഉണ്ട് കേട്ടോ. ഒരു ആവറേജ് 100 ക്യാമ്പസ് ഉണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് 77 ക്യാമ്പസ് ആണുള്ളത്. അപ്പോൾ ഏതാണ്ട് എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും 100-നടുത്ത് ക്യാമ്പസുകളുണ്ട്. അങ്ങനെ നോക്കിയാൽ 1,00,000 ക്യാമ്പസുകൾ ഇന്ത്യയിലുണ്ട്. 1,00,000 ക്യാമ്പസുകൾ ഇന്ത്യയിലുള്ളതിൽ ആ ക്യാമ്പസുകളിലേക്ക് 5 പൈസ കൊടുക്കാതെ കുട്ടികൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അവരുടെ എൻട്രൻസ് എക്സാം എഴുതിയാൽ മതി. അതിന് പറ്റുന്ന ഒരു എക്സാം ആണ് CUET എന്ന് പറയുന്നത്, സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ പരീക്ഷ പാസ്സാവുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ ജനറൽ കാറ്റഗറി ഉണ്ട്, അതുപോലെ സ്പെസിഫിക് ആയിട്ട് സബ്ജക്ട് ബേസ്ഡ് കാറ്റഗറി ഉണ്ട്. ഇത് 2 ടൈപ്പ് ഉണ്ട്. നിങ്ങൾ 2 ടൈപ്പിലാണ് അവരുടെ ഗ്രേഡുകൾ വരിക. അപ്പോ ജനറൽ എക്സാം പാസ്സായാൽ മതിയാവും ചില യൂണിവേഴ്സിറ്റികളിൽ. ചില യൂണിവേഴ്സിറ്റികൾ ആ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള റാങ്ക് തന്നെ വേണ്ടി വരും. ഡീറ്റെയിൽ ആയിട്ട് പറയല്ല. അങ്ങനെ ഈ CUET പരീക്ഷ പാസ്സാവുന്ന വിദ്യാർത്ഥികൾക്ക് ഈ 1,00,000 ക്യാമ്പസുകളിലേക്ക് എൻട്രി കിട്ടും. അതില് ഓരോ ക്യാമ്പസിൽ, ഇപ്പോ നമ്മുടെ തൊട്ടടുത്ത് ലയോള ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ലയോള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 20,000 കുട്ടികളാണ് ഒരു ക്യാമ്പസിൽ പഠിക്കുന്നത്. ഇപ്പോ ക്യാമ്പസിന്റെ വ്യാപ്തി മനസ്സിലായല്ലോ. അപ്പൊ ശരിക്കും ക്വാളിറ്റി ഉണ്ടെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാൻ നിങ്ങളുടെ രക്ഷിതാക്കളുടെ 5 പൈസയുടെ ആവശ്യമില്ല. മക്കൾക്ക് തന്നെ ഈ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് +2-ന് ശേഷം തന്നെ CUET ഉൾപ്പെടെയുള്ള ഈ എക്സാമുകളുടെ ഒരു വലിയ കൂട്ടമുണ്ട്. അത്തരം എക്സാമുകൾ പാസ്സാവുക എന്നിടത്തേക്ക് മക്കൾ ഉണ്ടാവണം. വേറെ ഒന്നും ചോദിക്കില്ല. എന്തു മാത്രമേ ചോദിക്കുള്ളൂ, +2-ൽ അവരെന്താണോ ടെക്സ്റ്റ് ബുക്കിൽ, നാഷണൽ ലെവൽ NCERT ടെക്സ്റ്റ് ബുക്ക് അവരെന്താണോ പഠിച്ചത്, ആ പഠിച്ച കണ്ടന്റുകൾ മാത്രമേ, ആ പഠിച്ച പാർട്ട് മാത്രമേ അവര് പരീക്ഷയ്ക്ക് വരുള്ളൂ. കൂടെ ചിലപ്പോൾ റീസണിങ്ങും ഇംഗ്ലീഷും, മാത്തമാറ്റിക്സും റീസണിങ്ങും ഇംഗ്ലീഷും കൂടി മാത്രമേ ചില പരീക്ഷകൾക്ക് അധികം വരൂ. ആ പരീക്ഷകൾ, ആ കണ്ടന്റുകൾ കൂടി കവർ ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റും. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കൂ, നിങ്ങൾ ഒരു കൂട്ടം പരീക്ഷകൾ ഇത് പോകും. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നുണ്ട്. ഏതുപോലെ ഹലോ, ഞാൻ കൺക്ലൂഡ് ചെയ്യാനായോ? വോയിസ് കട്ടാവുന്നുണ്ട്. എന്റെ വോയിസ് കട്ടാവുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ. പറഞ്ഞത് CUT എന്നാ സർ? CUET. ഓക്കെ. സോ ഇങ്ങനെയുള്ള ഒരു കൂട്ടം എൻട്രൻസ് എക്സാമുകൾ മുമ്പിലുണ്ട്. ആ എൻട്രൻസ് എക്സാമുകൾ പോലെ ഈ +2 കഴിഞ്ഞ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലാബ് അസിസ്റ്റന്റിന്റെ പോസ്റ്റ് ഉണ്ട്. ലാബ് അസിസ്റ്റന്റിന്റെ പോസ്റ്റ് +2 കഴിഞ്ഞ് 18 വയസ്സുള്ള ആളുകൾക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷ ലാബ് അസിസ്റ്റന്റിന്റെ പോസ്റ്റ്, PSC-യിലെ ലാബ് അസിസ്റ്റന്റിന്റെ പോസ്റ്റ് ഉണ്ട്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ പോസ്റ്റ് ഉണ്ട്. അതുപോലെ വ്യത്യസ്തമായിരിക്കുന്ന ഈ പെൺകുട്ടികളാണ് എങ്കിൽ 10ാം ക്ലാസ് ആണ് പോലീസ് ഓഫീസറുടെ, CPO-യുടെ, സിവിൽ പോലീസ് ഓഫീസറുടെ യോഗ്യത കേട്ടോ. +2 ആണ്. ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം +2 ആണ് സിവിൽ പോലീസ് ഓഫീസറുടെ യോഗ്യത. SIക്ക് ഡിഗ്രിയാണ്, എന്നാൽ സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്നത്, CPO എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് +2 ആണ് യോഗ്യത. ഇനി ഇതേപോലെ CHSL എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്,
പിന്നെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ CHSL. ഈ CHSL എക്സാം പാസ്സാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം +2 യോഗ്യത മതി. 18 വയസ്സുണ്ടാവുന്ന +2 യോഗ്യതയുള്ള ആർക്കും ഇത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക്, ലോവർ എന്ന് പറഞ്ഞാൽ 45,000 രൂപ 50,000 രൂപ സാലറി കിട്ടുന്ന ലോവർ ഡിവിഷൻ ക്ലർക്ക് കേട്ടോ. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, അതുപോലെ സോർട്ടിംഗ് അസിസ്റ്റന്റ്, പോസ്റ്റൽ അസിസ്റ്റന്റ് പോലെയുള്ള പോസ്റ്റുകൾ. ഇത് +2 യോഗ്യതയുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയാണ്. ഇത്തരം സാധ്യതകൾ കൂടി നമുക്ക് ഉപയോഗിക്കാം ആ അർത്ഥത്തിൽ. അതുപോലെ ടെക്നിക്കൽ അസിസ്റ്റന്റുകളുടെ പോസ്റ്റുകളുണ്ട്, അത്തരം പോസ്റ്റുകളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ പോസ്റ്റുകളിലേക്കെല്ലാം ഒരു വിദ്യാർത്ഥിക്ക് +2 മാത്രമാണ് യോഗ്യത. +2 അതുപോലെ 18 വയസ്സുമായ ആളുകൾ ഗവൺമെന്റ് സർവീസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ രീതി അവർക്ക് സ്വീകരിക്കാവുന്നതാണ്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നോക്കൂ നിങ്ങൾ, ഇതൊന്നും അല്ലാതെ +2 കംപ്ലീറ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വേണമെങ്കിൽ ഇനി തുടർ പഠനത്തിലേക്ക് പോകാനുള്ള സാധ്യത വരാം. അതുപോലെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് പോകാനുള്ള രൂപം വരാം. അതുപോലെ അവർക്ക് വേണമെങ്കിൽ സ്പെസിഫിക് ആയിരിക്കുന്ന ഗവൺമെന്റ് ജോബുകളിലേക്ക് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ജോബുകളിലേക്ക് പോകുന്ന രൂപം ചെയ്യാം. ഇനി നോക്കൂ നിങ്ങൾ, ഇതേപോലെ +2 പോലെ തന്നെയാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിപ്ലോമകൾ. ആ ഡിപ്ലോമകൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ITI കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് ഡിപ്ലോമയിലേക്ക് പോകാം. ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് ലാറ്ററൽ എൻട്രി വഴി ഡിഗ്രിയിലേക്ക് BTechലേക്ക് പോകാൻ പറ്റും. അങ്ങനെ ആ അർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കരിയറിനെ കുറെ കൂടി പ്രൂൺ ചെയ്തെടുക്കാൻ പറ്റും എന്നതാണ് ഇതിലെ സാധ്യത മുമ്പിലേക്ക് വെക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഏതാണ്ട് രൂപമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇവിടെ കൺക്ലൂഡ് ചെയ്യാം അല്ലേ? ഇത് തീരുക കേട്ടോ, കരിയർ ആയതുകൊണ്ട്. സർ, ബയോടെക്നോളജിക്ക് വരുന്ന ഒരു എൻട്രൻസ് എക്സാമിനെ പറ്റി സാറ് പറഞ്ഞല്ലോ. GBILS. സ്പെല്ലിംഗ് ഒന്ന് പറയാവോ? GBILS. അതുപോലെ അഗ്രികൾച്ചറിൽ വരുന്ന ഒരു എക്സാം പറഞ്ഞു സാർ. ICAR. ഓക്കെ, സൗണ്ട് ചെറിയൊരു വേരിയേഷൻ. ഓക്കെ, ചോദ്യത്തിലേക്ക് പോവാം. സാറ് പറഞ്ഞു പിന്നെ 10th കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കോഴ്സുകളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇത്തരം കോഴ്സുകളൊക്കെ എടുത്ത് മുന്നോട്ട് പോയൊരു കുട്ടി, അതായത് 12th മറ്റിലേക്കോ ഒന്നും പോകാതെ ഇത്തരം കോഴ്സുകൾക്ക് ചേർന്ന് പഠിച്ചിട്ട് ഭാവിയിൽ പല ആളുകളും ഡിഗ്രി ഒക്കെ എടുക്കാൻ പ്രേരണയാവുന്നത് അതുകൊണ്ടാണ്. അതായത് ഡിഗ്രി പഠിച്ചിട്ടില്ല എന്നതിന്റെ പേരിൽ പിന്നീട് തഴയപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്ന ഒരവസ്ഥ. അത് ഈ +2 പഠിക്കാതെ ഇത്തരം കോഴ്സുകൾ എടുത്തു പോയാൽ ഉണ്ടാവുമോ? ഇത്തരം കുട്ടികൾ അതായത് അങ്ങനെ +1 +2 പറഞ്ഞയക്കാതെ തന്നെ ഇത്തരം കോഴ്സുകളിൽ പറഞ്ഞയച്ചാൽ മതിയാകുമോ? അതായത് ഇപ്പോ 10ാം ക്ലാസ് കഴിഞ്ഞ ആൾക്ക് അത് ഞാൻ നമ്മളെ പിന്നെ നിങ്ങളുടെ കോഴ്സുകളുടെ സ്പെഷ്യാലിറ്റി തന്നെ നിങ്ങൾക്ക് അറിയാലോ. ശരിക്കും NIOS 6 മാസം NIOS കംപ്ലീറ്റ് ചെയ്താൽ അയാൾക്ക് ഈക്വൽ ആയിരിക്കുന്ന +2ന്റെ യോഗ്യത ലഭ്യമാവുന്നു എന്ന് ബോധ്യമുണ്ടല്ലോ. ഇതിപ്പോ ഇതിലിരിക്കുന്ന എല്ലാ ആളുകൾക്കും ആ സാധ്യത അറിയാലോ. ഇതുപോലെ ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് റെഗുലറായി ഗ്രാജുവേഷന് പോവണം എന്ന്, ആ രൂപത്തിൽ പോവണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് എടുക്കാൻ പറ്റും. നേരെ മറിച്ച് ഒരാൾക്ക് വേണമെങ്കിൽ BSc ഡാറ്റ സയൻസ് IIT മദ്രാസിന്റെ BSc ഡാറ്റ സയൻസ് ഓൺലൈനായി ചെയ്യാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞാൽ നേരത്തെ ഏതെങ്കിലും ഒരു കരിയർ എടുത്ത് അതിൽ കുടുങ്ങിപ്പോകുന്ന സാഹചര്യം അല്ല പുതിയ കാലത്തുള്ളത്. കുറെ കൂടി സെക്യൂർ ആയി ഒരു കുട്ടിക്ക് അയാളെ പ്രയോഗിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സാധ്യതയിലേക്കാണ് പുതിയ കാലം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അക്കാഡമീഷ്യൻ എന്ന അർത്ഥത്തിൽ പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർത്തും അയാൾ ഡിഗ്രി എടുത്തുകൊണ്ട് തന്നെ പോകണം. ഇനി അങ്ങനെ അക്കാഡമീഷ്യനായി പോകാൻ, ഹയർ ഓപ്ഷനുകളിലേക്ക് പോകാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു കുട്ടി, അയാൾ ഒരിക്കലും ഈ കോഴ്സുകൾ എടുത്താൽ ഇവിടെ നിൽക്കൂല. സിപെറ്റ് കംപ്ലീറ്റ് ചെയ്ത ഒരാൾ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഫൗണ്ടേഷന്റെ NTTF കവർ ചെയ്തൊരു കുട്ടി തീർത്തും അയാൾ എന്ത് ചെയ്യും, അയാൾ അടുത്ത ഒരു ഡിഗ്രി കോഴ്സിലേക്ക് അയാൾ എന്തായാലും പോകും. അതിന് ലാറ്ററൽ എൻട്രി എന്ന അർത്ഥത്തിൽ ഈ നേരത്തെ പറഞ്ഞ എല്ലാത്തിനും ലാറ്ററൽ എൻട്രി വഴി ഡിഗ്രി സാധ്യതയുണ്ട്. ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി അയാൾക്ക് ഉയർന്നു പോകാൻ പറ്റും. അയാൾ എന്ത് ചെയ്യണമെന്നില്ല. അയാള് ഇനിയിപ്പോ എഞ്ചിനീയറിംഗിലേക്ക് പോകുന്ന ഒരു കുട്ടി എന്ന് വിചാരിക്കുക. എഞ്ചിനീയറിംഗിലേക്ക് പോകുന്ന ഒരു കുട്ടി, അയാൾക്ക് BTech ആണല്ലോ വേണ്ടത്. അയാള് +2 എടുക്കാതെ 2-3 വർഷം എന്ത് ചെയ്യുന്നു, പോളി എടുക്കുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞു 3 വർഷം പോളി എടുത്തു. ഈ പോളി പഠിച്ച് 3 വർഷം കഴിഞ്ഞ് അയാൾ ലാറ്ററൽ എൻട്രി വഴി
എന്ത് ചെയ്യാൻ പറ്റും? ബിടെക്കിന്റെ സെക്കൻഡ് ഇയറിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ശരിക്കും അയാൾ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി ഒരു വർഷം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരു വർഷം നഷ്ടല്ലേ? നേരെ മറിച്ച് അയാൾ കണ്ടിന്യൂസ് ആയിട്ട് 3 വർഷം നന്നായി പഠിച്ചു, അയാൾ കൃത്യമായി, അയാൾക്ക് നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആളാണ്, അയാൾ എന്തായാലും ഈ ഡിപ്ലോമയിൽ നല്ല മാർക്ക് അയാൾ വാങ്ങും. ആ മാർക്ക് വെച്ചുകൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിടെക്കിൽ ലാറ്ററൽ എൻട്രി വഴി കയറാൻ പറ്റും. അയാൾക്ക് ഒരു നഷ്ടമില്ലാതെ ഒരു ബിടെക്കിന്റെ എൻട്രി തന്നെ അയാൾക്ക് ലഭ്യമാവും. ഇനി അതല്ല, ഒരാൾക്ക് ഡിഗ്രിയാണ് വേണ്ടത് എന്ന് വിചാരിക്കുക, അയാൾക്ക് ഡിഗ്രി കരസ്ഥമാക്കാനുള്ള സാധ്യത ഈ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഓൺലൈൻ ഡിഗ്രികൾ. ഓൺലൈൻ ഡിഗ്രി വാല്യൂഡ് ഡിഗ്രികളാണ്. നമ്മള് വെറുതെ ഒരു അത് നേരത്തെ പോലെ അല്ലല്ലോ, അല്ലെങ്കിൽ റെഗുലറിന്റെ പോലെ അല്ലല്ലോ എന്ന് പറയേണ്ടതില്ല. IIT മദ്രാസ് ഓൺലൈൻ ഡിഗ്രി കൊടുക്കുന്ന കാലമാണ് എന്ന് പറഞ്ഞാൽ വളരെ വാല്യൂഡ് ആയിരിക്കുന്ന ഡിഗ്രികളാണ്. അത്രയും ഷാർപ്പായി അതാത് സമയത്ത് അതിന്റെ ഫയലുകൾ സബ്മിറ്റ് ചെയ്യേണ്ടുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറേണ്ടി വരും. ആ അർത്ഥത്തിൽ പോകുന്ന ഒരാൾക്ക് ഒരു പ്രയാസമില്ലാതെ ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞേ, +2 എടുക്കാതെ ഒരാൾ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് +2 എടുക്കാൻ പറ്റുന്ന കാലല്ലേ, വാല്യൂഡ് അല്ലേ. പ്രൈം മിനിസ്റ്റർ നേരിട്ട് വഹിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ പറയുന്ന NIOS. ആ അർത്ഥത്തിൽ അയാൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. പൈലറ്റ് ആഗ്രഹിക്കുന്ന കുട്ടി ഏതാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. പൈലറ്റ് ആഗ്രഹിക്കുന്ന കുട്ടി മാത്തമാറ്റിക്സും ഫിസിക്സും ഉള്ള കോമ്പിനേഷൻ എടുത്ത് സയൻസ് പഠിക്കലാണ് നല്ലത്. അയാള് സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചാൽ 2 കോടി രൂപയാവും. നേരെ മറിച്ച് എല്ലാ നവംബർ മാസത്തിലും ജോയിൻ ഇന്ത്യൻ എയർഫോഴ്സ് എന്ന് പറയുന്ന എൻട്രിയിലേക്ക് വരും. അത് എൻട്രി ചെയ്തുകൊണ്ട് ഫിസിക്സും മാത്തമാറ്റിക്സും ബേസ് ചെയ്തുകൊണ്ട് പരീക്ഷയുണ്ട് അവർക്ക്. NDA എക്സാം, നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ എക്സാം. ആ എക്സാം പാസ് ആവുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടേക്ക് ജോയിൻ ചെയ്ത് പൈലറ്റ് അവിടെ പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ 2 കോടി രൂപയോളം എക്സ്പെൻസ് വരും. കാരണം കോഴ്സ് എടുക്കുന്നത് മാത്രമല്ല, ഫ്ലൈറ്റ് എക്സ്പീരിയൻസിന് വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും? പിന്നെ അയാൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ സാധ്യതകൾ ഉപയോഗപ്പെടുത്തേണ്ടി വരും. ഫ്ലൈറ്റ് വാടക എടുക്കേണ്ടി വരും, അതിൽ ഒരാളെ നിർത്തേണ്ടി വരും, അയാൾക്കുള്ള സാലറി കൊടുക്കേണ്ടി വരും, പ്രൊപ്പലൻസ് ഉപയോഗിക്കേണ്ടി വരും. അത്തരം സാധ്യതകളൊക്കെ ഉണ്ട്. ആ രൂപത്തിൽ അയാൾ പോകേണ്ടി വരും. ഓക്കെ, ക്ലിയർ. സാർ, ഈ CUET ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എന്റെ സെന്ററുകൾ എങ്ങനെയാണ്? ഓൾ ഇന്ത്യ ലെവലിൽ നടത്തുന്നതാണോ? എല്ലാ യൂണിവേഴ്സിറ്റിയും ഇൻക്ലൂഡഡ് ആണോ? അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട്. ഏതാണ്ട് ഇപ്പൊ NEET NTA കീഴിലാണ്. അത്തരം NTA നേരിട്ട് നടത്തുന്ന, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നേരിട്ട് നടത്തുന്ന എക്സാമുകൾ ഉണ്ട്. അതിലൊന്നാണ് CUET എക്സാം. +2 കഴിഞ്ഞതിന് ശേഷം നേരത്തെ അപേക്ഷിക്കണം, മാർച്ചിന്റെ മുമ്പ് അപേക്ഷിക്കണം. ദെൻ CUET എക്സാം പരീക്ഷ എക്സാം എഴുതിയാൽ, മലയാളത്തിൽ ഉണ്ട് കേട്ടോ, ലാംഗ്വേജ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ സബ്ജക്ട് ഉണ്ട്, ദെൻ ജനറൽ പേപ്പറിൽ റീസണിങ്, മാത്തമാറ്റിക്സ് ഉൾപ്പെടെയുള്ള സാധ്യതകളുണ്ട്. കവർ ചെയ്യുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? CUET പാസ്സാവാൻ പറ്റും. ഈ CUET എക്സാം പാസ്സാവുന്ന ആളെ, UG എക്സാം പാസ്സാവുന്ന ആളെയാണ് ഡിഗ്രികൾക്ക് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ അഡ്മിറ്റ് ചെയ്യുക. ഓക്കെ, എക്സാമിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നാണോ നിങ്ങൾ ചോദിച്ചത്? ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതല്ലെങ്കിൽ എന്താണ് കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ പറഞ്ഞോളൂ. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്ലാരിഫിക്കേഷൻ? നീറ്റ് പോലെ തന്നെ സെൻട്രലൈസ്ഡ് ആയി ചെയ്യുന്ന സംഭവമല്ലേ? സെന്റർ നടത്തുന്ന NTA, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നേരിട്ട് നടത്തുന്ന പരീക്ഷയാണ്. ഓരോ യൂണിവേഴ്സിറ്റികളിലും ഓരോ കോഴ്സിന് ഇത്ര സീറ്റ് എന്നുള്ള രീതിയിൽ അവര് റെഫർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് NTA എക്സാമിന്റെ CUET എക്സാമിന്റെ റാങ്ക് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂണിവേഴ്സിറ്റികളിലേക്കും കോളേജുകളിലേക്കും നമുക്ക് അപേക്ഷിക്കാൻ പറ്റും. അത് വെച്ച് ഡയറക്റ്റ് പോയി ചെയ്യാം നമുക്ക് സെലക്ഷൻ. ഇനി ഒരാളൊരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തോ ഒരു മെസ്സേജ് കണ്ടല്ലോ. സാറേ, നമുക്ക് പിന്നെ ഒരു ചെറു ബിസിനസ്സുകൾ തുടങ്ങാനൊക്കെ എന്തെല്ലാം ചെയ്യേണ്ടത്? സ്വന്തമായ ഐഡിയ വേണം. ആ ഐഡിയ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനും കഴിയണം. മറ്റൊരാളുടെ ഐഡിയ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാതിരുന്നാൽ മതി. ബിസിനസ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ബിസിനസ് ചെയ്യുന്നയാൾക്ക് സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങൾ, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഫണ്ട് കണ്ടെത്തി നടത്താൻ പറ്റുന്ന സ്റ്റാർട്ടപ്പ് സംവിധാനങ്ങളുണ്ട്. അതല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് എന്ന അർത്ഥത്തിൽ അങ്ങനെ സപ്പോർട്ടിങ് സംവിധാനങ്ങളും ഉണ്ട്. എനിക്ക് ഫുഡ്
ഐറ്റംസിനോടാണ് താല്പര്യം. നമ്മളെ നാട്ടിലിപ്പോ നമ്മൾ ഗൾഫ് കൺട്രിയിലും ഇവിടെയൊക്കെ ഉള്ള മാതിരി ഫുഡുകൾ ഔട്ട്ഡേറ്റുകളാക്കിയിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ട് ഒരു നോർമൽ കൂളിൽ വെച്ച് നമ്മൾ ചൂടാക്കി തിന്നുന്ന ഇതുണ്ടല്ലോ, അതെങ്ങനെ നടക്കും അപ്പൊ നമ്മളെ കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം? അതൊക്കെ നിങ്ങളുടെ ആശയം പോലെ ഇരിക്കും. അതായത് നിങ്ങൾക്ക് കാലിബർ ഉണ്ട് അതിന് എങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടാവുന്ന ചോദിക്കും, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന നാട്ടില് ചോദിക്കുന്നത്. നിങ്ങൾ ബിസിനസ് എന്ന അർത്ഥത്തിൽ നിങ്ങൾ ആലോചിക്കേണ്ട രണ്ട് സാധനമാണ്. മുമ്പ് ഒരു കമ്പനി ആഫ്രിക്കയിലേക്ക് അവരുടെ മാർക്കറ്റിംഗ് ഓഫീസറെ പറഞ്ഞയച്ചു. ഇവിടെ കച്ചവടം പിടിക്കാൻ പറ്റുമോ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞയച്ചതാണ്. ഒരാൾ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരും ചെരുപ്പിടുന്നില്ല. അയാൾ എന്താ പറഞ്ഞറിയോ? ഇവിടെ ഒരാളും ചെരുപ്പിടുന്നില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് ചെരുപ്പെടുത്തിട്ട് കാര്യമില്ല, ചെരുപ്പ് ഇവിടെ വിജയിക്കൂല എന്നാണ് ഒരാൾ പറഞ്ഞത്. രണ്ടാമത്തെ വേറെ ആളെ പറഞ്ഞയച്ചു. അയാൾ ചെന്ന് നോക്കുമ്പോൾ അയാൾ കണ്ടത് ഈ നാട്ടുകാരുടെ ഒന്നും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് നമ്മളെ ഗോഡൌണിലുള്ള മൊത്തം ചെരുപ്പ് ഇങ്ങോട്ട് അയക്കും, ഇവരെ കൊണ്ടൊക്കെ ചെരുപ്പ് ഇടിപ്പിക്കാമെന്നാണ്. രണ്ടും ആ ചെരുപ്പില്ലാത്ത ആഫ്രിക്ക തന്നെയാണ്. ഒരാൾക്ക് ഇവിടെ ഇല്ലാത്തത് കൊണ്ട്, മോഡൽ ഇല്ലാത്തത് കൊണ്ട് പ്രയോഗിക്കുന്നില്ല എന്നർത്ഥം ഒരാളുള്ളത്. മറ്റേ ആള് ഇവിടെ ഉപയോഗിക്കാത്തത് കൊണ്ട് അവരെ കൊണ്ടൊക്കെ ഉപയോഗിപ്പിക്കണം എന്ന ആശയത്തിലാണുള്ളത്. അത് ബിസിനസ് എന്ന് പറയുന്നത് വ്യക്തിക്ക് അനുസരിച്ചാണ്. നാട്ടുകാർക്ക് എന്ത് സേവനമാണോ ഇപ്പൊ കൊടുക്കുന്നത്. രണ്ടാമത്തെ ആള് ഉദ്ദേശിച്ചാണ് ബെറ്റർ. എന്താ രണ്ടാമത്തെ ആള് ഉദ്ദേശിച്ചതാണ് ബെറ്റർ. അതെ, നിങ്ങൾക്കൊരാശയം ഉണ്ടാവും, ആ ആശയം നിങ്ങൾക്ക് കൃത്യമായി വിൽപ്പന തിരക്കാക്കും. ഞാൻ ഇപ്പൊ ആലോചിക്കുന്ന ബിസിനസ് എന്താ നിങ്ങള് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയാണ്. ഞാനിങ്ങനെ ആലോചിക്കുന്ന ബിസിനസ് എത്രയായാലും എലോൺ മസ്ക് എന്ത് ചെയ്യും? നാട്ടുകാരെ മൊത്തം സ്പേസിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ ആ പോണ വഴിക്ക് ഒരു 1,00,000 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ചായക്കടയും അതിന്റെ അപ്പുറത്ത് 2,00,000 കിലോമീറ്റർ അപ്പുറത്ത് ഒരു നല്ല പെട്രോൾ പമ്പ് ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിക്കുന്നത്. എന്റെ ആശയാണ്, എനിക്കത് വിറ്റയിക്കാം, എനിക്കത് കൺവിൻസ് ചെയ്യിപ്പിക്കാം. ശരിയാണ്. അല്ല, ഇതൊരു ആശയം എന്താണെന്ന് അറിയാം സാറേ. കാരണം ഇപ്പൊ ആളുകൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ആൾക്കാർക്ക് ടൈമില്ല, സമയമില്ല. ഒറ്റ മിനിറ്റ്, അങ്ങോട്ട് പോണ വണ്ടിക്ക് പെട്രോൾ അല്ലേ എന്നല്ലേ ആലോചന. ഞാൻ അത് പറഞ്ഞല്ല, അവിടെ പ്രൊപ്പലൻസ് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എന്റെ ഒരു ഇപ്പൊ ജനങ്ങൾക്ക് ടൈമില്ല. പറഞ്ഞേ, ആ MSc ഫിസിക്സ് ഉള്ളത് കൊണ്ട് അവിടേക്ക് പോകേണ്ടത് പ്രൊപ്പലൻസ് അല്ല, പ്രൊപ്പലൻസ് ആണ്, അവിടെ ഓക്സിഡൻസ് ആണ് എന്നുള്ളതും അവിടെ എന്താണ് ഉപയോഗിക്കുക എന്നുള്ള അറിയാത്തോണ്ടല്ല പറഞ്ഞത്. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ചായല്ലോ അവിടെ നമ്മൾ സെലാജിനല്ലാണ് വിൽക്കുക. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവാൻ വേണ്ടി മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആയി വിചാരിച്ചു. ഓക്കെ, നമുക്ക് +2ന്റെ മാർക്ക് കൺസിഡർ ചെയ്യാണ്ട് ഈ എൻട്രൻസ് എക്സാമിന്റെ മാർക്ക് വെച്ച് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടുമോ? ഏതാ? CUT എൻട്രൻസ് എക്സാം എഴുതി നമുക്ക് നല്ലൊരു ഹൈ റാങ്കിൽ വന്നു. അപ്പൊ നമ്മളുടെ +2ന്റെ മാർക്ക് അതിന് ഡിഗ്രിക്ക് കൺസിഡർ ചെയ്യണ്ട, ഈ CUTയുടെ മാർക്ക് കൺസിഡർ ചെയ്യാം? രണ്ടും കൺസിഡർ ചെയ്യും. ആ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ചാണ്. കേരള യൂണിവേഴ്സിറ്റി, സോറി, അതായത് ഡൽഹി യൂണിവേഴ്സിറ്റി സാധ്യത ആയിരിക്കില്ല മറ്റു യൂണിവേഴ്സിറ്റി ഉണ്ടാവുക. അപ്പൊ നമ്മളെ കാലിക്കറ്റിലൊക്കെ നമുക്ക് CUTന്റെ എൻട്രൻസ് എക്സാം എഴുതി ആ റാങ്കിന്റെ ബേസിൽ അഡ്മിഷൻ കിട്ടും ഡിഗ്രിക്ക്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ റൂളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റൂളും മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ എക്കണോമിക്സ് യൂണിവേഴ്സിറ്റി ഉണ്ട്, അവരുടെ റൂളും മൂന്നാണ്, ഡിഫറെന്റ് ആണ്. ഓക്കെ, വിചാരിക്കുന്നു. അപ്പോ ക്യാമ്പസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ചിരിക്കും. മറ്റേ ANM കോഴ്സ് നേഴ്സിംഗിന്റെ കഴിഞ്ഞ സാറേ, അപ്പൊ അത് GNM എടുക്കണതിന് കുഴപ്പമുണ്ടോ? +2ന്റെ പാസ്സായി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ? ANM കഴിഞ്ഞ ആൾക്ക് GNM എടുക്കുന്ന കാര്യമാണോ ഉദ്ദേശിച്ചത്? അതെ അതെ അതെ, എടുക്കാം. അല്ലാതെ നമുക്ക് വേറെ എക്സാം എഴുതി അങ്ങനെ എടുക്കാനോ എന്തെങ്കിലും ഇതുണ്ടോ സാറേ? കൊടുക്കുന്നു, ഞാനത് കഴിഞ്ഞിട്ട് സംസാരിക്കും. സാർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് B.Pharm അഡ്മിഷന് നമുക്ക് LBSന്റെ അണ്ടറിലാണോ അപ്ലൈ ചെയ്യേണ്ടത്, അതോ എൻട്രൻസ് എഴുതണോ?
സാറ് കേട്ടില്ലെന്ന് ശരി. തോന്നുന്നു. സാർ ബിഫാമിന് അഡ്മിഷൻ എടുക്കാൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ബിഫാമിന് അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ എൻട്രൻസ് എഴുതണോ അതോ LBSന്റെ അണ്ടറിൽ അപ്ലൈ ചെയ്താൽ മതിയാവോ? സാറ് കേട്ടില്ലയോ? ഞാൻ ബാങ്ക് കൊടുക്കായിരുന്നു, അതുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞിട്ട് സംസാരിക്കാൻ ഞാൻ രണ്ടോട്ടം പറഞ്ഞിരുന്നു, നിങ്ങൾ കേൾക്കാത്തോണ്ടായിരിക്കും. പറഞ്ഞത് ഇതാണ്, ബിഫാമിന്റെ ബേസ് ചെയ്യാൻ പറഞ്ഞു, കീം ബേസ് ചെയ്തുകൊണ്ടാണ് ബിഫാമിന് ജോയിൻ ചെയ്യാൻ പറ്റുക. എന്നാൽ ഡിഫാമിന് ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് ഇതിന്റെ പ്രയാസം ഇല്ല. ഡിഫാം കംപ്ലീറ്റ് ചെയ്ത +2 മാർക്കിന്റെ ബേസ് ചെയ്തിട്ട് LBS ബേസ് ചെയ്തിട്ട് ഡിഫാം ജോയിൻ ചെയ്ത ഒരാൾക്ക് പിന്നീട് അത് ബേസ് ചെയ്ത് ബിഫാമിലേക്ക് പോകാൻ പറ്റും. ബിഫാമിലേക്ക് നേരിട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതിന് ഫാം ഡിയിലേക്കും ആ രൂപത്തിൽ +2 മാർക്കിനെ ബേസ് ചെയ്ത് പോകാൻ പറ്റും. ബിഫാമിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ കീം കവർ ചെയ്യണം. ഓക്കെ അല്ലേ? ഹലോ, ഓക്കെയാണ് സാർ. രണ്ടാമത്തെ ANM കഴിഞ്ഞ ഒരാൾക്ക് GNMലേക്ക് പോകാം. GNMലേക്ക് ഡയറക്റ്റ് എൻട്രി എന്നത് കൊടുക്കുന്ന സംവിധാനങ്ങൾ GNM. +2 കൊമേഴ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഒരു ബിസിനസ് ലൈനിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ BBA എടുക്കുന്നതാണോ BCom എടുക്കുന്നതായിരിക്കോ ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് അറിയാൻ പറ്റുമോ? ബിസിനസ്സിലേക്ക് പോകാൻ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ ഒരു ബിസിനസ്സിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാം. ബിസിനസ്സിലേക്ക് പോകുന്ന ഒരാൾക്ക് BBA എടുക്കണം എന്ന് നിർബന്ധമല്ല. ബിസിനസ്സിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, നമ്മളുടെ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തുകൊണ്ടേ അല്ല, നമ്മുടെ സ്കില്ലിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് ബിസിനസ് എൻട്രി സാധ്യമാക്കുന്നത്. ഇപ്പോ ഞാൻ പെട്ടെന്നൊരു ഉദാഹരണം പറയാം. നമ്മളിപ്പോ ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരിൽ ഒരാളാണ് നമ്മളെ എലോൺ മസ്ക് എന്ന് പറയുന്നത്. എലോൺ മസ്ക് സയന്റിസ്റ്റ് ആണ്. അയാൾ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, MBA അയാൾ ചെയ്തിട്ടില്ല. പക്ഷേ അയാള് നല്ല അടിപൊളി ബിസിനസ് എന്ത് ചെയ്യുന്നു, അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇന്ന് ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന അർത്ഥത്തിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട്. ദെൻ അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ഇതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഗൂഗിളിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കണ സുന്ദർ പിച്ചായി ശരിക്ക് എഞ്ചിനീയർ ആണ്. പക്ഷെ അയാൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, കുറച്ചും കൂടെ മാനേജ്മെന്റൽ പാർട്ട് എടുത്തുകൊണ്ട് അയാൾ ഇന്ന് ഗൂഗിളിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ്. അതുപോലെ അദ്ദേഹം ഇന്ന് നമ്മളുടെ ഈ ആൽഫബറ്റ് എന്നാണ് ഗൂഗിളിന്റെ മദർ കമ്പനിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ അവരുടെ മൊത്തം കമ്പനിയുടെ പേര് ആൽഫബറ്റ് എന്നാണ്. അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പോസ്റ്റിൽ അദ്ദേഹം ഉണ്ട്. അദ്ദേഹം ശരിക്കും എന്ത് ചെയ്തു, എഞ്ചിനീയറിംഗ് ആയതിനു ശേഷം പിന്നീട് എന്ത് ചെയ്തു, അദ്ദേഹം നേരെ മാനേജ്മെന്റൽ പാർട്ട് എടുത്തിട്ടാണ് അദ്ദേഹം ആ രൂപത്തിലേക്ക് മാറുന്നത്. അത് വ്യക്തികൾ ഇങ്ങനെ കൂടി ഉണ്ടെങ്കിൽ, PGDM കൂടി ഉള്ള ആള് ആണ് എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറെ കൂടി കൃത്യമായി സയന്റിഫിക് ആയി ബിസിനസ് ചെയ്യാൻ പറ്റും എന്നതാണ് അവിടുത്തെ സാധ്യത. ക്ലിയർ? സർ, എന്റെ മോന് വേണ്ടിയാണ് ചോദിക്കുന്നത്. ഹലോ
കേൾക്കുന്നുണ്ട്. അവിടെ എന്താ ഒരു കഴിഞ്ഞ ക്ലാരിറ്റി കുറവുണ്ട്. GNM എടുക്കാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഹലോ, മുഹമ്മദ് മുസ്തഫ എന്നുള്ള ആള് മ്യൂട്ട് ചെയ്താല് റാഹത്തായിരുന്നു. ഓക്കെ, റഫീഖ് സാറ് സംശയം ചോദിക്കാൻ പറ്റുമോ? ഓക്കെ ആണോ സാറ്? ഹലോ, പറഞ്ഞോളൂ, കൺക്ലൂഡ് ചെയ്യാം. എനിക്ക് ചില വോയിസുകൾ കട്ടായി പോകുന്നുണ്ടല്ലോ. ഇപ്പൊ ഓക്കെ അല്ലേ സാറേ? സാറിന്റെ വോയിസും ചിലത് ക്ലിയർ അല്ല. സാറിന്റെ വോയിസ് ക്ലിയർ ആവും. ഓക്കെ, ചോദ്യം ക്ലിയർ ആയോ? രണ്ട് ചോദ്യമാണ്. ഒന്ന്, ഈ 10th 12th ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ, 10th കഴിഞ്ഞ ഒരു കുട്ടിക്ക് അവരുടെ ആഗ്രഹം മാത്രം പരിഗണിച്ചിട്ട് രക്ഷിതാക്കൾ, അതായത് അവരുടെ ബുദ്ധി ലെവലിന്റെ അവരുടെ തീരുമാനം ഇത് പൂർണ്ണമാവാൻ ശരിയാവാൻ സാധ്യതയുണ്ടോ? അവര് സയൻസ് തന്നെ പഠിക്കണം എന്ന് പറയുകയാണ്. പക്ഷെ രക്ഷിതാവിന്റെ കാഴ്ചപ്പാട്ടിൽ അവർക്ക് അങ്ങനെ ഒരു താല്പര്യം ഇല്ല, അല്ലെങ്കിൽ അതിന് കഴിവുണ്ടെന്ന് തിരിച്ചറിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ 15 വയസ്സായ ഒരു കുട്ടിയുടെ തീരുമാനങ്ങൾ കേൾക്കാൻ പറ്റുമോ? രണ്ടാമത്തത്, ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ പോലെയുള്ളത്. ഹലോ, സാർ ഞാൻ പറഞ്ഞു. ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്. നമ്മൾ 15 വയസ്സ് വരെ ഏതാണ്ട് ഒരു 6000 ദിവസം 5000 ദിവസത്തിന്റെ മുകളിൽ നമ്മളെ കൂടെ ജീവിച്ച കുട്ടി ഉണ്ടാവും. ആ ദിവസങ്ങളിലൊന്നും നമുക്ക് ഈ കുട്ടി എന്താന്ന് മനസ്സിലാവാതെ 5000 ദിവസം കഴിഞ്ഞ് 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത്, അതായത് 365 × 15 ഗുണിച്ച ഒരു സംഖ്യ കേട്ടോ, അത്രയും ദിവസം നമ്മളെ കൂടെ ഈ മക്കള് ജീവിച്ചിട്ടുണ്ട് 15 വയസ്സ് വരെ. ആ ദിവസം വരെ ഒന്നും രക്ഷിതാവിന് ഇവൻ ഇന്ന കപ്പാസിറ്റി ഉണ്ട് ഇന്ന കപ്പാസിറ്റി ഇല്ല എന്ന് മനസ്സിലാവാതിരിക്കുകയും SSLCക്ക് റിസൾട്ട് വന്നതിന് ശേഷം എവിടുന്നോ കിട്ടിയ ഒരു പ്രത്യേക ബുദ്ധിയിൽ രക്ഷിതാവ് തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ. ആ പ്രശ്നമാണ് ഇവിടുത്തെ പ്രശ്നം. അതല്ലാതെ രക്ഷിതാവ് കുട്ടിയുടെ വളർച്ചയുടെ ഘട്ടങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും അയാളെ കൺവിൻസ് ചെയ്യുകയും ചെയ്യുന്ന രൂപത്തിലാണ് രക്ഷിതാവ് പോകുന്നതെങ്കിൽ മക്കളെ ഹയർ സ്റ്റഡീസിൽ രക്ഷിതാവ് ഇടപെടുന്നിടത്ത് ഒരു പ്രശ്നം ഉണ്ടാവില്ല. രക്ഷിതാവിന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അതിന് ഇനി രക്ഷിതാവിന് കഴിയില്ലെങ്കിൽ, രക്ഷിതാവിന് കഴിയാത്തത് പ്രശ്നമൊന്നുമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞാൻ 4 PG ചെയ്തിട്ടുണ്ട്. MSc ഫിസിക്സ് ഉണ്ട്, MA അഡ്മിൻ സോഷ്യോളജി ഉണ്ട്, MHRM ഉണ്ട്, MA സൈക്കോളജി ഉണ്ട്. ഈ 4 PG ഉള്ള എനിക്ക് എന്റെ ഉമ്മ വെറും 4ാം ക്ലാസ്സുകാരിയാണ്. എന്റെ ഉപ്പ എന്റെ 4.5 വയസ്സിൽ മരണപ്പെട്ട ആളാണ്. പക്ഷെ അവര് ഏത് വയസ്സിൽ മരണപ്പെട്ടു എന്നോ അവര് എത്ര വരെ പഠിച്ചു എന്നതോ എന്റെ പ്രശ്നമേ അല്ല. എന്റെ ഉമ്മാക്ക് ചിലപ്പോൾ ഞാൻ എന്തൊക്കെയാ പഠിച്ചതെന്ന് ധാരണ ഉണ്ടാവില്ല. പക്ഷേ അവര് കൃത്യമായി ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളിലേക്ക് നമ്മളെ എത്തിക്കുന്നു എന്നുള്ളതാണ് ബോധ്യം ഉണ്ടാവേണ്ടത്. ആ ബോധ്യം രക്ഷിതാക്കൾക്ക് ഉണ്ടായാൽ നിങ്ങൾ ഈ പറഞ്ഞ പ്രശ്നം അവിടെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്ലിയർ അല്ലേ? പ്രിയമുള്ളവരെ, നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള സെഷൻസിന് നമുക്ക് തുടർന്നുണ്ടാവാം. അടുത്ത ആഴ്ചയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലുള്ള സെഷനായിട്ട് മുമ്പോട്ട് പോവാം. ഏതായാലും ചർച്ചയിൽ വന്ന പ്രിയ കൂട്ടുകാർക്ക് എല്ലാവിധ സന്തോഷങ്ങൾ അറിയിക്കുന്നു. അതേപോലെ ഇന്നത്തെ മനോഹരമായ ഈ ഒരു സെഷന് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ച പ്രിയപ്പെട്ട റഫീഖ് സാറിന് ടീറ്റർ സ്മൈലിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതേപോലെ ഇവിടെ കൂടിച്ചേർന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്.